بل كان برا بالعباد رحيما يا أيها الراجون منه شفاعة صلوا عليه وسلموا تسليما اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. ബഹുമാനികളെ, അല്ലാഹു നാം ഈ ഒരുമിച്ച് കൂടിയ മജ്‌ലിസ് നാളെ പാരത്രിക ലോകത്ത് നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സദസ്സുകളിൽ ഉൾപ്പെടുത്തി കബൂൽ ചെയ്യുമാറാകട്ടെ. സ്നേഹവും സന്തോഷവും സമാധാനവുമുള്ള കുടുംബജീവിതം നയിക്കാനും അവസാനം കുടുംബത്തോടൊന്നിച്ച് സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാനും ഈ പരിപാടി അല്ലാഹു കാരണമാക്കി തരുമാറാകട്ടെ. ഈ സദസ്സ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും കുടുംബങ്ങളിൽ വിവിധ റോളുകളിൽ പ്രവർത്തിക്കുന്ന കുടുംബനാഥനും കുടുംബിനിയും മക്കളും മരുമക്കളും അമ്മായിമ്മയും അമ്മോശനും നാത്തൂനും ഇങ്ങനെ തുടങ്ങിയ വൈവിധ്യമാർന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കുടുംബത്തിൽ പങ്കാളികളാകുന്നവർ ഓരോരുത്തരും അവരവരുടെ ബാധ്യത തിരിച്ചറിഞ്ഞ് അത് നിർവഹിക്കുമ്പോഴാണ് ശാന്തിയും സമാധാനവുമുള്ള ഒരു നല്ല കുടുംബം രൂപപ്പെട്ടു വരിക. ഇത് മക്കളും മരുമക്കളും പേരമക്കളും ഒക്കെ ആയതിനു ശേഷം ആലോചിക്കേണ്ട ഒന്നല്ല. ഒരു കുടുംബത്തിന്റെ അടിത്തറ ഇണയും തുണയുമാണ്, ഭാര്യയും ഭർത്താവുമാണ്. അവിടെ നിന്നാണ് പിന്നീട് കുടുംബം വികസിക്കുന്നതും വിപുലപ്പെടുന്നതും. അടിസ്ഥാന ഘടകങ്ങളായ ഇണയും തുണയും ഒന്നിച്ചു ജീവിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ആദ്യമായി 4 കാര്യങ്ങൾ കുടുംബജീവിതത്തിന്റെ ലക്ഷ്യമായി അവര് മനസ്സിൽ ഇരുത്തി ഉറപ്പിച്ച് നിയ്യത്ത് ചെയ്തിരിക്കണം. ഞാൻ എന്തിനാണ് വിവാഹിതനാകുന്നത്, വിവാഹിതയാകുന്നത് എന്ന് അതിനൊരുങ്ങുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും അറിഞ്ഞിരിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ നിയ്യത്ത് എന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തെടുക്കാൻ വേണ്ടിയാണ് ഞാൻ വിവാഹം ചെയ്യുന്നത് എന്ന് രണ്ടാളും നിയ്യത്ത് വെച്ചിരിക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ, കുടുംബം എന്നതൊരു വലിയ ബാധ്യതയാണ്. കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ചുമലിലേറ്റി അതിനെ ലക്ഷ്യത്തിലെത്തിക്കണമെങ്കിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം കഠിനാധ്വാനം ചെയ്യണം. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ. ഈ അധ്വാനമെല്ലാം അല്ലാഹുവിന്റെ അടുത്ത് പ്രതിഫലം ലഭിക്കുന്ന ഇബാദത്തായി മാറണമെങ്കിൽ തീർച്ചയായും ഈ നിയ്യത്ത് അനിവാര്യമാണ്. ഒരു പെൺകുട്ടി കുടുംബിനിയായി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആ ബാധ്യത നിർവഹിക്കാൻ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നുണ്ട്. ഇതൊന്നും വെറുതെയാകാതെ അല്ലാഹുവിങ്കൽ പ്രതിഫലം ലഭിക്കുന്ന ആരാധനയായി മാറണമെങ്കിൽ ഞാൻ വിവാഹിതയാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്തെടുക്കാനാണ്. ഈ നിയ്യത്ത് അനിവാര്യമാണ്. നമ്മളൊക്കെ പഠിച്ചതാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. തീർച്ചയായും അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്ത് അനുസരിച്ചാണ്. എന്താ ബാസ് കൂട്ടം ചെയ്തണം? ഇതൊരു ബഹളം ഉണ്ട് അല്ലെ? ഇത്ര സെറ്റ് വേണ്ടെന്നൊന്ന്, ചെറിയ സ്ഥലമായതുകൊണ്ട് കൂടിയതാണ്. ഈ നിയ്യത്ത് അത് ഒന്നാമതായി.
ഇന്ന് പല ആളുകളും വിവാഹം ചെയ്യുന്ന സമയത്ത് ചെറിയ ചില ഹിഡൻ അജണ്ടകളാണ് ഉണ്ടാകാറുള്ളത്. വാപ്പാരെന്നെ പറയും, ഞാൻ മോനോടിപ്പോ ഒരു പെണ്ണിട്ടിക്കാണ്, ആയിട്ടല്ല, ഓന് 21 വയസ്സാകുന്നേ ഉള്ളൂ, പക്ഷെ പൊരയിലൊരാളില്ല. പൊരയിലൊരാളെ ജോലിക്ക് വെക്കണമെങ്കിൽ വാപ്പക്കും ഉമ്മക്കും കിട്ടുന്ന ശമ്പളം കൊടുത്താലും ഇപ്പൊ പൊരയിലൊരാളെ കിട്ടില്ല. അപ്പൊ ശമ്പളം വാങ്ങാത്ത ഒരു വേലക്കാരി ഏറ്റവും എളുപ്പേതാ, മോനെ കൊണ്ട് മൂപ്പായില്ലെങ്കിൽ ഒരു പെണ്ണെട്ടിപ്പിച്ചാല് പൊരയിൽക്കൊരാളെ. വേറെ ചില ആളുകളുടെ താല്പര്യം മറ്റ് ചിലതാണ്. മകളെ കല്യാണം ഉണ്ട്, അതിന് കുറച്ച് ചെലവുണ്ടാവും. അപ്പൊ മകനെ കൊണ്ടും കൂട്ടത്തിൽ അടിച്ചാൽ ഈ ചെലവാകുന്നത് മറ്റോടത്ത് നിങ്ങോട്ട് വാങ്ങിയാൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്താം. ഈ ചിന്താഗതിയിൽ മക്കൾക്ക് വിവാഹമൊരുക്കുന്നവരും ഉണ്ട്. മറ്റു ചിലർക്ക് വീട് നിർമ്മിക്കാം, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാനുള്ള വിസ കിട്ടും, കൊന്ത്രമ്പല്ലുള്ളതാണെങ്കിലും കെട്ടിക്കൊടുത്താൽ മതി. ഇങ്ങനെയൊക്കെയുള്ള ഭൗതികമായ ചില താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് വിവാഹിതരായാൽ ആ താല്പര്യങ്ങളൊക്കെ ഒരുപക്ഷെ സാധിച്ചു എന്ന് വരും. സമ്പൂർണ്ണ തൃപ്തിയും സന്തോഷവും ഇവിടെ കുടുംബത്തിൽ നിന്ന് അകന്നു തന്നെ നിൽക്കും. പരമപ്രധാനമായ നിയ്യത്തായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ പിന്തുടരുക എന്നത് പെൺകുട്ടികളും ആൺകുട്ടികളും മനസ്സറിഞ്ഞ് നിയ്യത്ത് വെച്ചിരിക്കണം. കുടുംബത്തിൽ സമാധാനമുണ്ടാകാൻ രണ്ടാമതായി ഇവർക്ക് ഒരു കാര്യം ബോധ്യം വേണം. ഞാൻ എന്തിനു വിവാഹം ചെയ്യുന്നു? അതിന്റെ രണ്ടാമത്തെ ലക്ഷ്യം എനിക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ ഉണ്ടാകണം. അത് കുടുംബജീവിതത്തിന്റെ വലിയൊരു ലക്ഷ്യമാണ്. മക്കളില്ലാത്ത ധാരാളം ദമ്പതിമാർ ഉണ്ട്. അള്ളാഹു അവർക്കൊക്കെ സ്വാലിഹീങ്ങളായ കുട്ടികളെ നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ. ആ മക്കളുണ്ടാകുക എന്ന ലക്ഷ്യം രണ്ട് രീതിയിൽ നമുക്ക് അനിവാര്യമാണ്. ഒന്ന്, ജൈവപരമായി ഒരു ബാധ്യതയുണ്ട്. നമ്മുടെ കാലശേഷവും മനുഷ്യന്റെ വംശം ഇവിടെ നിലനിൽക്കണം. അതിന് നമ്മുടേതായ ഭാഗദ്വയത്വം നമ്മൾ സമർപ്പിക്കണം. നമ്മുടെ മാതാപിതാക്കൾ അത് നിർവഹിച്ചതിന്റെ ഫലമാണ് ഇന്ന് നമ്മളിവിടെ ജീവിക്കുന്നത്. ഇതുപോലെ നാമും ഈ ഭൂമിയോട് വിട ചോദിച്ചാൽ നാം ഇവിടെ ഇരുന്നിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ രേഖ കൂടിയായ നമ്മുടെ പിന്മുറക്കാർ ഇവിടെ ഉണ്ടാകണം. ഇതിലുമപ്പുറം ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വാലിഹീങ്ങളായ മക്കളെന്ന് പറയുന്നത് നാളെ പാരത്രിക ലോകത്തേക്കുള്ള വലിയൊരു സമ്പാദ്യവും കൂടിയാണ്. അതുകൊണ്ട് സാധിക്കുന്ന അത്ര സ്വാലിഹീങ്ങളായ മക്കളുടെ രക്ഷിതാവാകാൻ കഴിഞ്ഞാൽ അതൊരു മഹാഭാഗ്യമാണ്. അതാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ മാത്തൽ ഇൻസാൻ ഇൻഖത അൻഹു അമലുഹു കുല്ലുഹു. ഒരു മനുഷ്യന്റെ വിയോഗത്തോടെ അവന്റെ പ്രവർത്തനങ്ങളെല്ലാം നിശ്ചലമായി എന്നു പറഞ്ഞാൽ പരലോകത്ത് കൂലി കിട്ടണ അമലൊന്നും ഇനി അവന് ചെയ്യാനില്ല. മരിച്ചതിന് ശേഷം അവര് ഒരു അമലും ചെയ്യില്ല എന്നല്ല. ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി റഅയ്തു മൂസ ഖായിമൻ യുസല്ലി ഫീ ഖബരിഹി. കസീബുൽ അഹ്മർ എന്ന മഖ്ബറ സന്ദർശിക്കാൻ പോയപ്പോൾ ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് മൂസാ നബി അലൈഹിസ്സലാം ആ ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മക്ക ഫത്ഹിന്റെ അന്ന്, ഹജ്ജത്തുൽ വിദാഇന്റെ അന്ന് ധാരാളം അമ്പിയാക്കൾ ഹജ്ജിന് വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം കയറിയ കുതിരയുടെ കളർ ഇന്നതാണ്, അതിന്റെ മൂക്കയറ് ഇന്ന നാരുകൊണ്ട് നിർമ്മിച്ചതാണ് എന്നുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മരണശേഷം മഹാന്മാരായ ആളുകൾ ഇബാദത്തുകൾ ചെയ്യാറുണ്ട്. ഇമാം സുബ്ക്കി റളിയല്ലാഹു അൻഹു അത് വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത്,
അത് പരലോകത്ത് കൂലി കിട്ടുന്ന ഇബാദത്തല്ല, അത് തലദ്ദുദിനു വേണ്ടി, ആനന്ദത്തിനു വേണ്ടി അവർ ചെയ്യുന്നതാണ്. മരണത്തോടെ പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന ഇബാദത്തുകൾ നിശ്ചലമായി ഇല്ലാ മിൻ സലാസ്, 3 സ്രോതസ്സുകളിൽ നിന്നുള്ളതൊഴികെ. അതിലൊന്ന് സ്വദഖത്തുൻ ജാരിയ, നമ്മൾ പഠിച്ചതാണ്. മരണശേഷവും നിലനിൽക്കുന്ന വിധത്തിലുള്ള ഒരു സ്വദഖ ഇവിടെ ചെയ്തുകൊണ്ടാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ ആ സ്വദഖ ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം നമ്മളെ ഖബറിലേക്ക് നമ്മുടെ പ്രവർത്തനം എന്ന നിലക്ക് തന്നെ അതിന്റെ കൂലി വരും. രണ്ടാമത്തത് ഇൽമുൻ യുന്തഫഉ ബി, അറിവ് പഠിച്ച് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്താൽ ആ ഫാത്തിഹ നമ്മൾ എത്ര പേരെ പഠിപ്പിച്ചിട്ടുണ്ടോ, ആ ഫാത്തിഹ ഓതപ്പെടുമ്പോഴെല്ലാം അതിന്റെ കൂലി നമ്മളെ ഖബറിലെത്തും, നമ്മുടെ പ്രവർത്തനം എന്ന നിലക്കു തന്നെ. മൂന്നാമത്തത് ഔ വലദുൻ സ്വാലിഹ് യദ്ഉ ലഹു, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ മക്കൾ. ഫത്ഹുൽ മുഈനിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു സ്വാലിഹ് എന്നതിന് കൊടുത്ത വ്യാഖ്യാനം എന്താണ്? മുസ്ലിമായ കുട്ടി എന്നാണ്. കാരണം മുസ്ലിമായ ഒരു മനുഷ്യൻ എന്ത് നല്ല പ്രവർത്തനം ചെയ്താലും ആ പ്രവർത്തനത്തിന്റെ ഒരു പങ്ക് അവന്റെ മുഅ്മിനീങ്ങളായ മാതാപിതാക്കൾക്ക് ലഭിക്കും. കാരണം എന്താ? ആ മക്കള് നമ്മുടെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. കുട്ടികൾ വാപ്പക്കും മക്കും ഹദിയ ചെയ്യണമെന്നില്ല. അവര് ചെയ്യുന്ന എല്ലാ കർമ്മവും മാതാപിതാക്കൾക്ക് കൂടി അതിന്റെ പങ്ക് കിട്ടും. ഇത് മൂന്നുമല്ലാത്ത വല്ലതും മരണശേഷം നമുക്ക് ലഭിക്കണമെങ്കിൽ അത് ചെയ്യുന്നവർ നമ്മളെ ഉദ്ദേശിച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്തതിനു ശേഷം നമുക്ക് അതിന്റെ കൂലി ഹദിയ ചെയ്ത് പ്രാർത്ഥിക്കുകയോ ചെയ്തെങ്കിലേ അതിന്റെ കൂലി നമുക്ക് കിട്ടുകയുള്ളൂ. മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇതുകൊണ്ട് തന്നെ പറഞ്ഞു, എന്റെ ഉമ്മത്ത് വലിയ ഭാഗ്യവാന്മാരാണ്, പാപപങ്കിലരായി അവര് ഖബറടക്കപ്പെടുന്നു. എന്നാൽ പുനരുദ്ധാരണ നാള് വരുമ്പോൾ ഒരു ദോഷവുമില്ലാതെ അവര് ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നു, അവരെ മക്കള് കാരണമായി. അപ്പൊ സ്വാലിഹീങ്ങളായ മക്കളുണ്ടായാൽ വാപ്പ മരിക്കുന്ന സമയത്ത് ഒരുപാട് തെറ്റ് ചെയ്ത കുറ്റവാളിയാണെങ്കിലും ആ സന്താന പരമ്പരകൾ ഇവിടെ ചെയ്യുന്ന സൽപ്രവർത്തനം കാരണം മഹ്ശറിലേക്ക് പോകുന്ന ദിവസമാകുമ്പോഴേക്ക് വാപ്പക്ക് ഒരു ദോഷവും ഉണ്ടാവാത്ത അവസ്ഥ വരും. അതുകൊണ്ട് വിവാഹം ചെയ്യുമ്പം മുഖ്യ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് സ്വാലിഹീങ്ങളായ മക്കൾ. അള്ളാഹു നമുക്ക് ആ സൗഭാഗ്യം തരട്ടെ. മൂന്നാമത്തെ ലക്ഷ്യം എന്താണ്? മൂന്നാമതായി വിവാഹം ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്റെ ദീന് സംരക്ഷിക്കപ്പെടണം, ധാർമ്മികതക്ക് കാവലാകണം ഈ വിവാഹം. കാരണം അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്, മൻ തസവ്വജ ബിംറഅ ഫഖദ് അഹറസ സുലുസൈ ദീനിഹി ഫല്യത്തഖില്ലാഹ ഫിസ്സുലുസിൽ ബാഖി. മൻ തസവ്വജ ബിംറഅ, ആരെങ്കിലും വിവാഹിതനായി കഴിഞ്ഞാൽ ഫഖദ് അഹറസ സുലുസൈ ദീനിഹി, അവന്റെ ദീനിന്റെ 2/3 ഭാഗം സുരക്ഷിതമായി. അവശേഷിക്കുന്ന ഒരു ഭാഗത്തിന്റെ കാര്യത്തിൽ അവൻ കൂടുതൽ ശ്രദ്ധ പുലർത്തട്ടെ. എങ്ങനെയാണ് വിവാഹിതനായാൽ നമ്മളെ ദീൻ സംരക്ഷിക്കപ്പെടുക? വിവാഹം എന്ന് പറയുന്നത് ഒരു ചുമതലയാണ്, ഒരു ഉത്തരവാദിത്വമാണ്. അത് ഏൽപ്പിക്കപ്പെടുന്നതോടുകൂടെ തന്നെ ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഉത്തരവാദിത്വ ബോധമുള്ളവരായി അവരെ ജീവിതത്തിലേക്ക് ഒരു ലക്ഷ്യവും ഒരു ബോധവും ഒക്കെ കടന്നു വരികയാണ്. അതുവരെ ഉള്ളതുപോലെ അലക്ഷ്യമായി നടക്കാനോ അബദ്ധസഞ്ചാരം നടത്താനോ വിവാഹിതർക്ക് സാധ്യമല്ല. മാത്രമല്ല, ഒരു മനുഷ്യന്റെ ദീന് നഷ്ടപ്പെടുന്നത് പ്രധാനമായും 2 കാര്യങ്ങളിലൂടെയാണ്. ഒന്ന്, അവന്റെ സമയത്തിന്റെ വില അറിയാതെ അതിനെ നശിപ്പിക്കാൻ ഇറങ്ങുമ്പോഴാണ് നമ്മളെ ദീന് തകരുക. രണ്ടാമത്തത്, സമ്പത്തിന്റെ വില അറിയാതെ അനാവശ്യങ്ങൾക്ക് ദുർവ്യയം ചെയ്യുമ്പോഴുമാണ് മതപരമായി ഒരു മനുഷ്യൻ തകർന്നു പോവുക. ഇത് 2നും കാവലാണ് വിവാഹം എന്ന് പറയുന്നത്. എന്താണത്? ഒന്നാമതായി, വിവാഹിതനായ ഒരു ചെറുപ്പക്കാരന്റെ സമയം അത് ഏറെ വിലപ്പെട്ടതാണ്.
അത് അവന് മാത്രം ഉപയോഗിക്കാനുള്ളതല്ല. അവന്റെ സമയം ഇനി അവന്റെ കുടുംബത്തിന് കൂടി അവകാശപ്പെട്ടതാണ്. ഇതുകൊണ്ട് തന്നെ അവന്റെ സമയത്തിന് ഏറെ വിലയുണ്ട്. വിവാഹിതനായ ഒരു ചെറുപ്പക്കാരൻ വൈകുന്നേരം അങ്ങാടിയിൽ ഇറങ്ങിയാൽ 8 മണിയാകുമ്പോഴേക്കും അവൻ ഇങ്ങനെ വാച്ചിൽ നോക്കാൻ തുടങ്ങും. അപ്പൊ അടുത്തുള്ളവൻ ചോദിക്കും, ഓൻ കല്യാണം കഴിച്ചിട്ടില്ല, എന്തെങ്ങനെ വാച്ചിൽ നോക്കണം? അപ്പൊ ഇങ്ങനെ തല ചോറിഞ്ഞിട്ട് പറയാ, അതെ പിന്നെ ഞാൻ പുരയിലെത്തണം, കുട്ടിയൊക്കെ ചോറുന്നാണെങ്കിൽ കുട്ടികളെ പേരാ വല്ല പറയാം, അതുകൊണ്ട് ഞാൻ മെല്ലെ നിങ്ങൾ ഇവിടെ ഇരിക്കുവോ വാലത്തുമല്ലി എന്ന് പറഞ്ഞ് ഓൻ അവിടുന്ന് മെല്ലെ എടുത്തു പോവും പുരയിലേക്ക്. കാരണം അവനെ കാത്തിരിക്കാൻ ആളുണ്ട്, അവനെ ഉറങ്ങാൻ വേണ്ടി ആഹാരം കഴിക്കാൻ വേണ്ടിയൊക്കെ അവിടെ ആള് കാത്തിരിക്കാണ്. അവന്റെ സമയം അവന്റേതു മാത്രമല്ല, ഇവൻ അതാ വീട്ടിലെത്തുമ്പോൾ അവന്റെ അവിവാഹിതരായ കൂട്ടുകാര് അവരെ ആര് കാത്തിരിക്കാനാണ്? അവൻ എപ്പോഴെങ്കിലും വരും, എപ്പോഴെങ്കിലും പോകും. എത്ര സമയം വേണമെങ്കിലും ബസ് സ്റ്റോപ്പിലും ഓവുവാലത്തിലും ഇരിക്കാൻ അവന് നേരമുണ്ട്. ഈ പാതിരയുടെ ഇരുട്ടിയ സമയത്താണ് ഇവന്റെ ജീവിതത്തിൽ സംഭവിച്ചുപോയ ഏറെ തിന്മകളും സംഭവിച്ചിട്ടുണ്ടാവുക. വിവാഹിതന് അങ്ങനെ തുലക്കാൻ അവന്റെ കയ്യിൽ സമയമില്ല. ഇതുകൊണ്ടുകൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് അഹറദ സുലുസൈ ദീനി. വിവാഹിതനായാൽ ദീനിന്റെ 2/3 ഭാഗം സുരക്ഷിതമായി. അതിലൊന്നിങ്ങനെയാണ്. രണ്ടാമത്തത്, അവന്റെ സമ്പത്തിന് വലിയ വില ഉണ്ടാവും. അവിവാഹിതന്റെ മാതിരി അനാവശ്യത്തിന് ദുർവ്യയം ചെയ്യാൻ അവന്റെ അടുത്ത് കാശുണ്ടാവില്ല. ഒരുപാട് ബാധ്യതകളാണ്. ഇതുകൊണ്ട് തന്നെ ആ ഒരു ബർക്കത്ത് വിവാഹിതനിൽ നമുക്ക് കാണാൻ കഴിയും. 22ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ച ഒരാള് 30 വയസ്സ് ആയി എന്ന് നമ്മൾ കണക്കൂട്ടും. വേറെ ഒരാള് കല്യാണം കഴിക്കാതെ 30 വയസ്സ്. കല്യാണം കഴിച്ചാലും വയസ്സാവും, ഇല്ലെങ്കിലും വയസ്സാവും. ചില ആൾക്കാരോട് നമ്മൾ കണ്ടാൽ പെട്ടെന്ന് ചോദിക്കും, കുട്ടികൾ എത്ര ആളുണ്ട്? അപ്പൊ അങ്ങനെ ഒരു ഇഞ്ചി കടിച്ച മാതിരി നിന്നിട്ട് പറയും, ഞാനേ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പം വയസ്സെത്ര? വയസ്സ് 30. എന്താ കഴിക്കാലോ? അതൊരു സുഖാണ്, കാത്തുനിക്കലേ. അങ്ങനെ കുറെ കാത്തുക്കണ ആൾക്കാരുണ്ട്, നുബുവത്തിട്ടാൻ കാത്തുക്കുക, എന്നിട്ട് അവർ കല്യാണം കഴിക്കുക 40 വയസ്സായിട്ട്. അതിന്റെ നഷ്ടം എത്രയെന്നറിയുന്നത്? അപ്പൊ ഏതായിരുന്നാലും ഇവരെ രണ്ടാളി ആയുസ്സും നമ്മൾ പരിശോധിച്ചു നോക്കുക. 22ാം വയസ്സിൽ കല്യാണം കഴിച്ച് 30-ലെത്തിയ ഒരാള് തിരിഞ്ഞു നോക്കിയാൽ അവന്റെ പിന്നിൽ ചുരുങ്ങിയത് 2 മക്കളുണ്ടാവും, ബാപ്പാ സിന്ദാബാദ് വിളിക്കാൻ, ഇല്ലേ? മാത്രല്ല ചിലപ്പോ ഒരു 10 സെന്റ് സ്ഥലം വാങ്ങി ഒരു വീടുണ്ടാക്കിയിട്ടുണ്ട്, കൊല്ലട്ടയായിട്ട്. അവന്റെ കച്ചവടം അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ടാവും, സ്വന്തം പേരിൽ ഒരു വണ്ടി ഉണ്ടാവും. ഇങ്ങനത്തെ ഒക്കെ പുരോഗതി 8 കൊല്ലം കൊണ്ട് ഒരു വിവാഹിതം നേടിയിട്ടുണ്ടെങ്കിൽ 30 വയസ്സായിട്ടും കല്യാണം കഴിക്കാത്ത ഒരുത്തം തിരിഞ്ഞു നോക്കിയാലോ, മേലെ ആകാശം താഴെ ഭൂമി ഉണ്ടാവും. വാപ്പ എത്രയോ പറഞ്ഞ് എവിടെങ്കിലും ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിക്കടാം. അപ്പൊ കോൻ പറഞ്ഞത് അതൊക്കെ കല്യാണം കഴിച്ചിട്ട് ആലോചിക്കേണ്ട സംഗതിയല്ലേ എന്ന്. അങ്ങനെ ആൾക്കാർ ആലോചിക്കാം. പക്ഷെ ഇവനും പണിക്ക് പോയിട്ടുണ്ട്, ഓന്റെ കയ്യിലും പണം വന്നിട്ടുണ്ട്. ആ കാശ് എന്തായി? ഇവിടെയാണ് സമ്പത്ത് ദുരുപയോഗം ചെയ്ത് അനാവശ്യങ്ങളിലും അധാർമിക വിഷയങ്ങളിലും ഇവൻ അഭിരമിച്ചു പോകുന്നു. ഇതിനൊരു വലിയ രക്ഷാകവചമാണ് വിവാഹം. അതുകൊണ്ട് മക്കൾ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ രക്ഷിതാക്കൾ ചെയ്യേണ്ടത് മക്കൾക്ക് സമയമെത്തിയാൽ ഒട്ടും താമസിപ്പിക്കാതെ വിവാഹം ചെയ്തു കൊടുക്കുക. അതൊന്നുകൂടി ഊന്നിപ്പറാന്ന് മനസ്സിൽ പറയണ കുട്ടികളുടെ ഇവിടെ. കാരണം നമ്മളെ വാപ്പക്ക് എത്രയായിട്ട് അങ്ങോട്ട് കേറുന്നില്ല. വാപ്പാനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. വാപ്പാക്കൊരു പേടി ഉണ്ടാവും, കെട്ടിച്ചു കൊടുത്താൽ ഓക്കും കൂടി വാപ്പ ചെലവിന് കൊടുക്കേണ്ടി വരും എന്നുള്ള ചിന്ത വാപ്പക്കുണ്ടെങ്കിൽ അതൊരു ബേജാറ് തന്നെയാണ്. അതുകൊണ്ട് അള്ളാന്റെ റസൂല് പറഞ്ഞെന്താ, യാ മഅ്ശറ ശബാബ്, ഓ യുവ സമൂഹമേ, മനിസ്തത്വഅ മിൻകുമുൽ ബാഅ, വിവാഹത്തിനുള്ള ചെലവെങ്കിലും നിങ്ങളെ കയ്യിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഫല്യതസവ്വജ്, അവൻ കല്യാണം കഴിക്കട്ടെ. അതിന് വാപ്പനോട് ചോദിച്ചാൽ നിൽക്കരുത്. അല്ലെങ്കിൽ ഭാര്യ വീട്ടുകാരോട് വാങ്ങി ആ പൈസ കൊണ്ട് തന്നെ മഹർ കൊടുക്കുന്ന ചീപ്പ് ഏർപ്പാട് നോക്കരുത്. അവനവന് പെണ്ണ് കെട്ടാനുള്ള, വിവാഹം ചെയ്യാനുള്ള അന്നത്തെ ആ ചടങ്ങുകളുടെ ഒക്കെ ചെലവ്, ബാക്കിയുള്ളത് പിന്നെ വരും. അതും കൂടി ഇവിടെ നമ്മൾ കയ്യിൽ വെക്കേണ്ട ആവശ്യമാണ്. ഭാവി പുരണ്ടാക്കാനും സ്ഥലം വാങ്ങാനും ഒക്കെ കയ്യിൽ പൈസ ഉണ്ടായിട്ടല്ല പെണ്ണിട്ടില്ലേ. ആ ചടങ്ങിനുള്ള ചെലവ്, അന്നത്തെ ഭക്ഷണം, വസ്ത്രം, മഹർ, ഇതിനൊക്കെയുള്ള കാശ് ഉണ്ടാക്കി വെക്കണം. സമയായ കാത്തു നിൽക്കാതെ
ഇത് ദീനിന് വലിയൊരു സംരക്ഷണമാണ്. നാലാമത്തെ ലക്ഷ്യം, വിവാഹം ചെയ്യുന്ന ആണും പെണ്ണും അറിഞ്ഞിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടതും കൂടിയാണ് ഈ നാലാമത്തെ ലക്ഷ്യം. നമ്മളെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുക എന്നതാണ്. മനുഷ്യനു മാത്രമാണ് ഭൂമിയിൽ അസ്വസ്ഥതയുള്ളത്. നിയമക്കുരുക്കുകളിലാണ് മനുഷ്യനെ കുരുക്കിയിട്ടത്. അനങ്ങണമെങ്കിൽ വ്യവസ്ഥ പാലിക്കണം. ഇതര ജീവജാലങ്ങളെ പോലെയല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും അസ്വസ്ഥനാകുന്ന മനുഷ്യന്റെ മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കാൻ അള്ളാഹു വെച്ച വ്യവസ്ഥാപിത സംവിധാനമാണ് ഇണയും തുണയും എന്ന് പറയുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഉരുകുന്ന മനസ്സിന് ശാന്തി പകരുന്നത് സ്നേഹനിധിയായ ഭർത്താവിന്റെ ചാരത്തെത്തുമ്പോഴാണ്. ജീവിതത്തിന്റെ ഭാരം പേറിയ പുരുഷന്മാർക്ക് അവരെ മനസ്സിൽ ഉരുണ്ടുകൂടിയ ദുഃഖങ്ങളുടെ കാർമേഘങ്ങൾ പെയ്തൊഴിഞ്ഞു പോകുന്നത് സ്നേഹനിധിയായ ഭാര്യമാരുടെ സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങുമ്പോഴാണ്. ആ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക, സമാധാനം കൊടുക്കുക, ഇതാണ് കുടുംബജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി അള്ളാഹുവിന്റെ ഖുർആൻ എടുത്തു പറഞ്ഞ ഒരു കാര്യം. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. അള്ളാഹു പറഞ്ഞു, അവന്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽ എണ്ണപ്പെടേണ്ട ഒരാശയമാണ് അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ. നിങ്ങൾക്കുള്ള ഇണകളെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് തന്നെയാണ് അല്ലാഹു പടച്ചു തന്നത്. ഇതിന്റെ ഒരർത്ഥം വേറെ ഒരു വർഗത്തിൽ നിന്നല്ല, മൃഗങ്ങളിൽ നിന്നല്ല, പക്ഷികളിൽ നിന്നല്ല. നമുക്കുള്ള ഇണ മനുഷ്യരിൽ നിന്നു തന്നെയാണ്. അല്ലെങ്കിൽ പുരുഷനോടാണ് ഈ സംബോധന. പുരുഷന്റെ ശരീരത്തിൽ നിന്നാണ് സ്ത്രീയെയും അല്ലാഹു സൃഷ്ടിച്ചത്. അതെന്തിനാണ്? ലിതസ്കുനൂ ഇലൈഹാ. ആ ഇണകളുടെ ചാരത്തേക്ക് സക്കീനത്ത് തേടി സമാധാനം കാംക്ഷിച്ച് കയറി ചെല്ലുന്നതിനു വേണ്ടിയാണ് ഭാര്യക്ക് ഭർത്താവിനെ വിധിച്ചത്, ഭർത്താവിന് ഭാര്യയെ നൽകിയത്. അതുകൊണ്ട് പെണ്ണിട്ടിട്ടുള്ള രണ്ട് തൊലാക്കല്ലി കുഴപ്പമുണ്ടാക്കാൻ എന്ന് വിചാരിക്കാൻ നിൽക്കണ്ട. ഇത് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു കൂട്ടു സംരംഭമാണ് വിവാഹം. ഈ 4 ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ രണ്ടാമതായി സന്തോഷദായകമായ ഒരു കുടുംബം രൂപപ്പെടണമെങ്കിൽ ഈ 4 ലക്ഷ്യവും സാക്ഷാത്കരിച്ച് തരുന്ന ഒരിണയെ നമ്മൾ കണ്ടെത്തണം. അതിന് യോജിപ്പുള്ള ഇണകളെ നോക്കിയെടുക്കുക. എന്താണ് യോജിപ്പ്? മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് പരിഗണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സൗന്ദര്യം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒരാളുടെ കണ്ണിന് സുന്ദരമെന്ന് തോന്നുന്ന, സന്തോഷം തോന്നുന്ന ഇണകളെയാണ് ഓരോരുത്തരും വിവാഹം ചെയ്യണം. ഇത് പറയുമ്പോ ആരും പേടിക്കണ്ട. അപ്പം ഈ ചൊറുക്കില്ലാത്തവരൊക്കെ മൂലക്കായിപ്പോന്ന് വിചാരിക്കണ്ട. ചൊറുക്കില്ലാത്തെന്ന് പറഞ്ഞ ഒരു സംഗതി മനുഷ്യന്റെ കൂട്ടത്തിലില്ല. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും നല്ല ആകാരത്തിലും സൗന്ദര്യത്തിലുമാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷേ സൗന്ദര്യം എന്നത് ആപേക്ഷികമാണ്. ഒരാളെ കണ്ണിന് സുന്ദരമെന്ന് തോന്നുന്നത് വേറെ ആൾക്ക് തോന്നിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ കൂട്ടുകാരുടെ അഭിപ്രായം ചോദിച്ചിട്ട് എങ്ങനെ ഉണ്ടടാ, തിരക്കടില്ല എന്ന് പറഞ്ഞാൽ കെട്ടാൻ നിൽക്കണ്ട. അവനവന് ബോധ്യപ്പെടുകയാണ് ഉഷാറാണ്, എന്നാ കിട്ടുക. മറ്റവന്റെ അഭിപ്രായം പിന്നാടെ എതിരഭിപ്രായം നോക്കുകയും വേണ്ട. ഇതാണ് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ. അതെല്ലാവർക്കും ഉണ്ട്. ചില ആൾക്കാർ അവന്റെ കണ്ണിന് ഇഷ്ടപ്പെടുന്നതിനെ ഒന്നാമത് തന്നെ കണ്ടെത്തിയെന്ന് വരും. ചില ആൾക്കാർ കുറച്ചിങ്ങനെ കറങ്ങേണ്ടി വരും. അതങ്ങനെയാണ്. നമ്മൾ ടെക്സ്റ്റൈൽസിൽ എന്നങ്ങൾ കണ്ടില്ലേ, എത്രയോ ആൾക്കാർ വന്നിങ്ങനെ തെരഞ്ഞിട്ട ഷർട്ട് ഉണ്ടാവും. നമ്മൾ കണ്ടപ്പോഴേക്ക് ഇഷ്ടപ്പെടും. ഇത്ര ആൾ ഒഴിവാക്കിയതാണ്. അതേമാതിരി തന്നെ പെണ്ണ് കാണാൻ പോകും. 10 ആൾ ഒരു കുട്ടീനെ കാണാൻ വന്നു, 10 ആൾക്കും ഇഷ്ടപ്പെട്ടില്ല. 11ാമതായി വന്ന ഒരുത്തം വേറെ 10 എണ്ണത്തിനെ കണ്ടതിന് ശേഷം വന്ന അപ്പോഴോ ഇയ്യേടേനി ഞാൻ വെറുതെ 10 എണ്ണത്തിന്റെ വയ്യാലെ പോയി. ഇതാണ് അവസ്ഥ. അപ്പൊ ഓരോരുത്തരെ കണ്ണിന് ബോധ്യപ്പെട്ടതാണ് സൗന്ദര്യം എന്ന് പറഞ്ഞത്. അവിടെ കൂട്ടുകാരനും കൂടി കാണാൻ കൊണ്ടുപോയി ഓന്റെ അഭിപ്രായം ചോദിക്കാൻ നിൽക്കണ്ട. ഓൻ പ്രത്യേകിച്ച് പെണ്ണിട്ടാ വാപ്പം അമ്മയ്ക്കുന്നില്ലെങ്കിൽ അന്നെ ഇപ്പൊ തൽക്കാലം കെട്ടിക്കാൻ ഓൻ തീരുമാനിക്കലോ എന്തെങ്കിലും പറഞ്ഞ് ഉടക്ക് വെക്കും.
അപ്പൊ അവനവൻ ബോധ്യപ്പെട്ടത് ഇഷ്ടപ്പെട്ടതായിരിക്കും ഒന്ന്. രണ്ടാമത് പരിഗണിക്കേണ്ട കാര്യം എന്താ? നല്ല ബുദ്ധിയുള്ളവരായിരിക്കുക. ബുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. കുടുംബജീവിതത്തിന്റെ സന്തോഷവും എല്ലാ അഭിവൃദ്ധിയും ബുദ്ധിയെ ആശ്രയിച്ചാണ്. മൂന്നാമതായി നല്ല തറവാട്ടിൽ നിന്നാവുക. നല്ല തറവാട്ട് എന്നതുകൊണ്ട് നമ്മൾ പ്രധാനമായും ലക്ഷ്യം വെക്കേണ്ടത് എന്തല്ല, പണ്ടുപണ്ടേ ഈ നാട്ടിൽ താമസിച്ചു വരുന്ന ഒരുപാട് വയലും പത്തായവും നെല്ലും ഒക്കെ ഉള്ള, അങ്ങനെയുള്ള നമ്മളെ മനസ്സിൽ തറവാട്ടുകാർ എന്ന് പറഞ്ഞാൽ വരിക. അതല്ല യഥാർത്ഥ തറവാട് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കള് സ്വാലിഹീങ്ങളാകാണ്. അതാ തറവാട്. ദീനിന്റെ കാര്യത്തിൽ ഉമ്മയും ബാപ്പയും വല്യാപ്പയും വല്യമ്മയും ആ പരമ്പരകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോ ഒക്കെ നല്ല മനുഷ്യന്മാരാ. ഇതായി നല്ല തറവാട്ടുകാർ, നല്ല തറവാട്ടുകാർ. ഈ പൈസ നോക്കിയിട്ടല്ല, പണം കഫാത്തിന്റെ വിഷയത്തിൽ നോട്ടമേയില്ല എന്ന മഹ്ദൂം തങ്ങൾ പറയുന്നത്. കാരണം എന്താ? സമ്പത്ത് എന്നത് നീങ്ങിപ്പോകുന്ന ഒരു നിഴലാണ്. നമ്മളെ നാട്ടിൽ നേരം വെളുത്താൽ നമ്മുടെ നിഴൽ പടിഞ്ഞാറു ഭാഗത്താണ്, വൈകുന്നേരമായാൽ നമ്മളെ നിഴൽ കിഴക്ക് ഭാഗത്താണ്. ഇതുപോലെയാണ് പണം. ഇന്നലെ പണക്കാരനായവൻ ഇന്ന് കുത്തുപാളയെടുക്കുന്നു. ഇന്ന് വളരെ കഷ്ടപ്പെടുന്നവൻ നാളെ സമ്പന്നനാകുന്നു. നമ്മളെ ചെറിയ ആയുസിന്റെ ഇടയിൽ തന്നെ നമ്മൾ അനുഭവിച്ചത് ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് വലിയ വലിയ ഭൂവുടമകളും സമ്പന്നന്മാരും ആയിരുന്ന ആളുകൾ ഇപ്പൊ എവിടെ? അവരെ മൂരിനെ നോക്കാൻ പോയ ആളുകൾ, അവരെ വീട്ടിൽ നെല്ലുത്താൻ പോയ ആളുകൾ, അവരൊക്കെ ഇന്ന് എവിടെ? നമ്മളെ ആയുസ്സിലുള്ള അനുഭവം നിങ്ങൾ ആലോചിച്ചാൽ അറിയാം. അതുകൊണ്ട് മണവാട്ടിനെ തരിയുമ്പോഴും ഭർത്താവിനെ തേടുമ്പോഴും സമ്പത്തിന്റെ പിന്നാലെ പോകണ്ട. അത് ഇസ്ലാം പരിഗണിക്കുന്നില്ല. അതേ സമയത്ത് തറവാടിത്വം എന്ന് പറയുന്നത് മാതാപിതാക്കൾ നന്മ ചെയ്യുന്നവരും സ്വാലിഹീങ്ങളുമാണെങ്കിൽ അതിന്റെ ഫലം അവരെ മക്കൾക്കുമുണ്ടാകും. ഇതുകൊണ്ട് തന്നെ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇയ്യാകും വഖലറാദ്മിൻ, നിങ്ങൾ വിവാഹ കമ്പോളത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം പടുമുളകളെ. മനഃപൂർവ്വം കൃഷി ചെയ്യാതെ കുപ്പത്തൊട്ടിയിലേക്ക് പച്ചക്കറി വേസ്റ്റ് വലിച്ചെറിയുമ്പം യാദൃശികമായി മുളക്കുന്നതിനാണ് ഖലറാഉദ്ദമൻ, പടോള ഒളിച്ചെന്ന് പറയുന്നത്. അത് എന്താ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ടോ? റസൂലുള്ളാഹി പറഞ്ഞു ഉണ്ട്. അതാരാണ്? അൽ മർഅത്തുൽ ഹസനാ മംബിത്തിസൂ, മോശപ്പെട്ട കുടുംബാന്തരീക്ഷത്തിൽ പിറന്ന സൗന്ദര്യമുള്ള പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ആൺകുട്ടിയാണ്. രണ്ടാൾക്കും ബാധക. നല്ല കുടുംബത്തിൽ കാണാൻ ചോർക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളെല്ലാരും തിയറി എന്തായി മാറിയിട്ടുണ്ട്? ഒന്നും പ്രശ്നമില്ല, കുട്ടീനെ കാണാൻ ഉഷാറുണ്ടായാൽ മതി എന്ന് മാത്രം പറയുന്ന ഒരു ചിന്തയിലേക്ക് വന്നിട്ടുണ്ട്. അതല്ല, 10 ഗുണം 10 ഗുണം എന്ന് മഹാന്മാര് പറയുന്നത് വെറുതെയല്ല. മക്കള് മാതാപിതാക്കളെ ഗുണമേന്മക്കനുസരിച്ച് ആ നന്മ അവരിലുണ്ടാകും. ഈ രീതിയിലുള്ള നന്മകളൊക്കെ തെരഞ്ഞെടുക്കുക. ഇതിലൊക്കെ ഉപരിയായി ഇണയുടെയും തുണയുടെയും സദാചാരനിഷ്ഠ, ദീനീബോധം, ഉന്നത സ്വഭാവം, ഇതിനാണ് ഏറ്റവും വലിയ പരിഗണന. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ തസവ്വുജുൻ നിസാ ലിഹുസ്നിഹിന്ന, കേവല സൗന്ദര്യം മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു പോകരുത്. ഫഅസാ ഹുസ്നുഹുന്ന അയ്യുർദിയഹുന്ന, ധാർമ്മിക ബോധമില്ലാത്ത സൗന്ദര്യം വഴിവിട്ട ജീവിതത്തിന് കാരണമായേക്കും. വലാ തസവ്വുജുഹുന്ന ലിഅംവാലിഹിന്ന, സ്വത്ത് കണ്ടും നിങ്ങൾ അവരെ കല്യാണം കഴിച്ചു പോകരുത്. ഫഅസാ അംവാലുഹുന്ന അൻ തുത്ഗിയഹുന്ന, മതബോധമില്ലാത്തവന്റെ പണം അനാവശ്യ ജീവിതത്തിന് കാരണമാകും. നിങ്ങൾ മതബോധമുള്ളവരെ നോക്കി വിവാഹം ചെയ്യുക. ആ സമ്പത്ത്, ആ സൗന്ദര്യം അതൊരു കാലത്തും നമുക്ക് വെറുതെ ആവൂല. അതിന് പരിഗണന കൊടുത്തിട്ട് ഇണകളെ സെലക്ട് ചെയ്യണം. അങ്ങനെയുള്ള ഒരു ഇണനെ കിട്ടണമെങ്കിൽ എന്തു വേണം? വിവാഹിതയാകാൻ പോകുന്ന പെൺകുട്ടിയോ ആൺകുട്ടിയോ സ്വയം സെലക്ഷന് മുതിരരുത്. അങ്ങനെ മുതിർന്നാൽ ഈ ലക്ഷ്യത്തിലുള്ളതിനെ കിട്ടാൻ വളരെ പ്രയാസമാണ്. കാരണം ജീവിതാനുഭവമില്ലാത്തവര് ഇണകളെ തെരഞ്ഞെടുക്കുമ്പോൾ പെട്ടുപോകുക എന്നതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത്.
ഇന്ന് മാതാപിതാക്കൾക്ക് ശാസനകളാണ്, മക്കളെ ശാസനയാണ്. നിങ്ങൾ കെട്ടിച്ചു തരുന്നോ, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ വകുപ്പുണ്ട്, ഇവിടെ ഞങ്ങൾ രജിസ്റ്റർ വിവാഹം ചെയ്തോളാ, അല്ലെ ഞങ്ങൾ നാട് വിട്ടോളാ, ഓടിപ്പോയിക്കോളാ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിയുടെ ശൈലിയിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഇണകളെയുമായി വന്ന് രക്ഷിതാക്കളുടെ മുമ്പിൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു സംസ്കാരം വർദ്ധിച്ചു വരികയാണ്. അറിയുക, ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളിൽ 90% ഇത്തരത്തിലുള്ള പ്രേമവിവാഹങ്ങളാണ്. രക്ഷിതാക്കളെ പിന്തുണല്ലാതെ, അവരുടെ അന്വേഷണങ്ങൾക്ക് വിധേയമാവാതെ പാർക്കുന്നോ ക്യാമ്പസിന്നോ ടൂർ പോയടത്തുനിന്നോ ഒക്കെ കണ്ട്, അല്ലെ വിദേശത്ത് ജോലിക്ക് പോയടത്തുനിന്നൊക്കെ കണ്ടിങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവര് തമ്മിൽ പിന്നെ വല്ലാതെ മുന്നോട്ട് പോകുന്ന അനുഭവം കുറവാണ്. എന്താ ഇതിന് പ്രധാനമായ മനഃശാസ്ത്രപരമായ ചില കാരണങ്ങൾ? ഒന്ന്, ഇവരെ സ്നേഹം നേരത്തെ കഴിഞ്ഞു പോകും. വിവാഹത്തിന് മുമ്പ് തന്നെ സ്നേഹങ്ങളൊക്കെ തീർന്നു പോകും. രണ്ടാമത്, വിവാഹം കഴിഞ്ഞാൽ സംശയം ബാക്കിയാണ്. കാരണം നേരത്തെ നമ്മൾ കുറെ വൈവിട്ട് കളിച്ച ആൾക്കാരാണല്ലോ. എനിക്കറിയാലോ, ഭർത്താവിനോട് ഭാര്യ, എന്നെ എനിക്കും അറിയാലോ, നമ്മൾ പാടില്ലാത്ത സമയത്തല്ലേ ആ കളിയൊക്കെ നടന്നത്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും സംശയമാണ്. ഏത് സമയത്തും ഇങ്ങനെ വിവാഹിതരായവരുടെ വിവാഹം പൊട്ടിത്തെറിച്ചു പോകാനാണ് സാധ്യത. അത്യപൂർവമായത് മാത്രമേ നിലനിൽക്കാറുള്ളൂ എന്നാണ് പഠനങ്ങൾ പറയുന്നത്. എല്ലാവർക്കും അത് ബോധ്യമാകുന്ന സംഗതിയാണ്. ഇതിന് പുറമെ ഭീമ അബദ്ധങ്ങളിലായിരിക്കും നമ്മൾ ചെന്ന് ചാടുക. കാരണം ഒരാൾക്ക് മറ്റൊരാളോട് ഇഷ്ടം തോന്നുക എന്നത് ആയിരക്കണക്കിന് കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യം കൊണ്ടായിരിക്കുന്ന. ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്ന ഒരൊറ്റ കാര്യം ഉണ്ടാവും. ചിലപ്പോ എന്താണ് വരിക, ഒരു സഹതാപമായിരിക്കാം. ഒരാളോട് ഒരു സഹതാപം തോന്നിയാൽ അതൊരു പ്രേമമായി മാറുന്ന, അല്ലെങ്കിൽ ഒരാളുടെ എന്തെങ്കിലും ഒരു കഴിവ് കണ്ടാൽ, അല്ല ഒരാളെ ആ കണ്ണിൽ ആകൃഷ്ടയായിട്ടായിരിക്കും ആ ചെറുപ്പക്കാരന്റെ പിന്നാലെ പോയത്. ഇങ്ങനെ പലതും ഉണ്ടാവാം. ഒരിക്കലും ഒരു കഥ വായിച്ചത് ഓർക്കുകയാണ്. ഇതുപോലെ രണ്ടാളുകൾ നമ്മൾ വിവാഹിതരായി, ഉമ്മനെയും ബാപ്പനെയും നിർബന്ധിപ്പിച്ച് അവർ കെട്ടിച്ചു കൊടുക്കുകയും ചെയ്യും. എന്നാൽ ഈ ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയെ ഇഷ്ടപ്പെടാൻ എന്തായിരുന്നു അത്ര കാരണം? അവളുടെ വശ്യമായ പുഞ്ചിരിയും തിളങ്ങുന്ന പല്ലുകളുമാണ്. അത് കണ്ടിട്ടാണ് അവനോട് ഓൾക്ക് താല്പര്യം, അവളോട് അവന് താല്പര്യം ഉണ്ടായി. എന്നാൽ അവൾക്ക് അവനോട് താല്പര്യം ഉണ്ടാകാൻ കാരണം എന്താ പറഞ്ഞത്? നല്ല ഉറച്ച ശരീരം, നല്ല കുറ്റുറപ്പുള്ള ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ. ഇങ്ങനെ രണ്ടാളും വിവാഹിതരായി ആദ്യ രാത്രി തന്നെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി എന്ത് ചെയ്തു അത്രേ? വായിൽ കൈയിട്ട് എന്തോ ഒരു സാധനം എടുത്ത് മേശന്റെ വെൽപ്പിലിട്ട്. നോക്കുമ്പോ എന്താണ്? സുബ്ഹാനല്ലാഹ്, ഇവനെ ആകർഷിപ്പിച്ച ഈ പല്ല് വെപ്പ് വല്ലായിരുന്നു. ഇതുണ്ടോ മനസ്സിലായിട്ട്? പാർക്കിൽ ഇങ്ങനെ നിന്ന് ചിരിക്കല്ലേ? അപ്പൊ ഈ വെപ്പ് വല്ലാണ്, അതെടുത്ത് മേശയിലിട്ടതാ. ഇവൻ ഉറങ്ങാൻ നേരത്തെ എന്താ പരിപാടി? അറിയങ്ങള് മുട്ടുംകാലുമെന്നുണ്ട് ഇങ്ങനെ ഒരു സ്കുറിങ്ങനെ അയക്കണ്. അതെന്താ? മുട്ടിന്റെതായോട്ട് മരത്തിന്റെ കാല. അപ്പം പാന്റും സൂട്ടും കോട്ടും ഒക്കെ ഓളിയാച്ച് ഭയങ്കര കുച്ചുറപ്പുള്ള ഒരു ചങ്ങായിയാണ്. ഇതാണ് ഒരു ഉദാഹരണം. കഥയാണെങ്കിലും ഇതേ രീതിയിലാണ് എന്ത് സംഭവിക്കുക. നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ആരെങ്കിലും പിടിച്ചേൽച്ചു കൊണ്ടുവന്ന് വാപ്പനിമ്മനും നിർബന്ധിപ്പിച്ചാൽ പറ്റുക. അതുകൊണ്ട് കുടുംബത്തിന്റെ അന്വേഷണവും പിന്തുണയും സമ്മതവും ഉള്ളതിനെ മാത്രം വിവാഹം ചെയ്യുക. ജീവിതാന്ത്യം വരേക്കും കൂടെ നിർത്തേണ്ടതാണെന്ന ബോധമുണ്ടാവുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ ഇണപ്പൊരുത്തങ്ങളൊക്കെ പരിഗണിച്ച് 4 ലക്ഷ്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ഇണയെ നമ്മൾ സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ ഇനി മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങ്, ആ ഇടപാട്, അഖദ്, അത് പൂർണ്ണമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ദീനുൽ ഇസ്ലാമിന്റെയും പിന്തുണ ഉള്ള വിധത്തിൽ മാത്രം നടത്തുക. സാധിക്കുന്ന അത്ര സുന്നത്തുകളൊക്കെ എടുക്കുക. വിവാഹം നടത്തുമ്പോ ഏറ്റവും ശ്രേഷ്ഠമായ മാസത്തിലാകാൻ ശ്രമിക്കുക. ഏതു മാസവും വിവാഹം നടത്തട്ടെ. ഒരു മാസവും വിവാഹം നിഷിദ്ധമായ മാസമല്ല. യുദ്ധം ഹറാമായ 4 മാസം. വിവാഹം എല്ലാ മാസവും ഹലാല. അത് റമളാനിലും പറ്റും, സഫറിൽ പറ്റും, മുഹറത്തിലൊക്കെ പറ്റും. അതേപോലെ തന്നെ വിവാഹം പാടില്ലാത്തത് ഹജ്ജിന് ഇഹ്റാം കിട്ടിയാല. അവിടെ പിന്നെ വിവാഹം ചെയ്യാനും പറ്റൂല, ചെയ്തു കൊടുക്കാനും പറ്റൂല. അത് അതിന്റെ സ്ഥലമല്ലാത്തതുകൊണ്ടാണ്. ഏറ്റവും ഉത്കൃഷ്ടമായ മാസം ഏതാ? അത് ശവ്വാല് മാസം.
ആ ശവ്വാല് മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലൊന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അള്ളാന്റെ റസൂല് വിവാഹം ചെയ്ത മാസമാണ്. എന്നാൽ ശവ്വാൽ അന്ന് വിവാഹം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാരണം, റമളാൻ എന്ന് പറയുന്ന മാസം അത് സംസ്കരണത്തിന്റെ മാസമാണ്. നമ്മളെ ശരീരവും മനസ്സും ഒരുപോലെ വിമലീകരിക്കപ്പെടുന്ന, ശുദ്ധീകരിക്കപ്പെടുന്ന മാസമാണ്. ആ ശുചീകരണ ക്യാമ്പിൽ വന്ന് എല്ലാം സ്ഫുടം ചെയ്തെടുത്ത് തൊട്ടടുത്തുള്ള ശവ്വാലിലേക്ക് കടക്കുമ്പോൾ, ആ മാസത്തിലാണ് നമ്മൾ വിവാഹം ചെയ്യുന്നതെങ്കിൽ ഭാര്യയും ഭർത്താവും ജീവിതത്തിലെ ഏറ്റവും ശുദ്ധമായ അവസ്ഥയിലാണ് ഉണ്ടാവുക. ആ മാസത്തിൽ തന്നെ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടായി ഒരു കുഞ്ഞുണ്ടാവാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചാൽ കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞിനും ഈ വിശുദ്ധി കൈവരും. ഒന്നാമത്തെ കുട്ടി തന്നെ വിശുദ്ധനായാൽ മറ്റു മക്കൾക്ക് ആ കുട്ടി മാതൃകയാകും. അങ്ങനെ നല്ല ഒരു കുടുംബത്തിനത് വഴിവെക്കും. ഇതുകൊണ്ട് പറ്റുമെങ്കിൽ ശവ്വാലിലേക്ക് വെച്ച് പിടിച്ചാൽ വിവാഹം നല്ലതാണ്. ഇനി ദിവസം സെലക്ട് ചെയ്യുമ്പോൾ നിക്കാഹിന്റെ ഒക്കെ ചടങ്ങിന് പോകുന്ന കാരണന്മാർക്കൊക്കെ അത് ഓർമ്മ വേണം. നമ്മൾ കലണ്ടർ എടുത്തിട്ട് ചുവന്ന ഡേറ്റ് നോക്കിയിട്ട് പാസാക്കലല്ല, മാസം പറ്റുമോ നോക്കണം ആദ്യം. അത് പറ്റൂലെങ്കിൽ വേറെ മാസത്തിലേക്ക് പോവുക. ദിവസം ഏകദേശം എല്ലാവർക്കും പറ്റും. നിക്കാഹ് നടത്താൻ ഏറ്റവും നല്ല ദിവസം ഞായറാഴ്ചയല്ല, അതുപോലെ ചൊവ്വാഴ്ചയല്ല. സയ്യിദുൽ അയ്യാമി യൗമുൽ ജുമുഅ, ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ച ദിവസമാണ് നിക്കാഹ് ഏറ്റവും സുന്നത്ത്. ഇനി സമയമേതാണ്? നമ്മളൊക്കെ വെക്കണ അസറിന്റെ ശേഷം എന്ന സമയമുണ്ട്. തീരെ ബറക്കത്ത് കുറഞ്ഞ സമയമാണ്. റസൂലുള്ളാഹി തങ്ങൾ ബറക്കത്ത് നേർന്ന സമയം രാവിലെയാണ്. ഇനി എവിടെ വെച്ചാണ് നിക്കാഹ് നടക്കേണ്ടത്? അത് പെണ്ണുങ്ങളെ വീട്ടിൽ എന്ത് പറയാനാണ്, അല്ലെങ്കിൽ ആണുങ്ങളെ വീട്ടില്? ഇത് രണ്ടുമല്ല, അള്ളാന്റെ വീട്ടിലാണ് നിക്കാഹ്. 4 കാര്യമായി ശവ്വാല് മാസം വെള്ളിയാഴ്ച ദിവസം രാവിലെ അള്ളാഹുവിന്റെ പള്ളിയിൽ വെച്ച് നിക്കാഹ് നടന്നാൽ അതിന്റെ ഒരു പൊരുത്തും ബർക്കത്തും ഒക്കെ ആ കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മൾ ഒഴിവ് നോക്കലല്ല, കുട്ടിക്ക് നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ പറ്റുന്ന രീതിയിൽ അവരെ കല്യാണം നടത്തി കൊടുക്കുക. ഇതാണ് കാരണന്മാർക്കും ഉസ്താദ്മാർക്കും ഒക്കെ ഉണ്ടാവേണ്ട ബോധം. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇനി ആ ചടങ്ങിൽ അള്ളാഹും റസൂലും പൊരുത്തപ്പെടാത്ത ഒരനാവശ്യവും നമ്മൾ കടത്തിക്കൂട്ടരുത്. വളരെയേറെ ശ്രദ്ധിക്കണം. ഇതൊരു വീട് വെക്കുന്നത് പോലെയല്ല. വീട് വെക്കാൻ ഒരുങ്ങുമ്പോൾ നമുക്കൊക്കെ നല്ല ശ്രദ്ധ ഉണ്ടാകാറുണ്ട്. ഈ വീട് വെക്കാൻ പറ്റിയ പറമ്പാണോ ഈ പറമ്പ് എന്ന് പരിശോധിക്കും. പിന്നെ നമ്മളതാ കുറ്റിയിടാൻ ഒരാളെ നല്ല മനുഷ്യനെ വിളിക്കും, തറക്കല്ലിടാൻ ആളെ വിളിക്കും, കട്ടില വെക്കാൻ ആളെ വിളിക്കും, ഗൃഹപ്രവേശത്തിന് മഹാന്മാരെ ക്ഷണിക്കും. നമ്മൾ പറയും ജീവിതത്തിൽ ഒരിക്കലല്ലേ വീടുണ്ടാക്കൂ, അത് നല്ല രീതിയിലാകട്ടെ. അതിന് 100 വട്ടം ആലോചിക്കും. നല്ലത് തന്നെയാണ്. പക്ഷേ വിവാഹം എന്ന് പറയുന്നത് അതൊരു കുടുംബത്തിന്റെ തറക്കല്ലിടലാണ്, ഒരു വീടിന്റെ അല്ല. ആ കുടുംബത്തിൽ അനേകായിരം വീട് ഭാവിയിൽ വരാനുണ്ട്. പക്ഷേ കുടുംബത്തിന്റെ തറക്കല്ലിടുമ്പോൾ നമുക്കൊന്നും ബോധമില്ല. അധികാളും പറയലെന്താ, കല്യാണം ഒരിക്കലല്ല ഉണ്ടാവും, അത് കുറച്ചായിട്ട് അടിച്ചു പൊളിച്ചാളുക എന്ന് പറയും. എന്നാൽ ആ അടിച്ചു പൊളിക്കല് അവരെ കുടുംബത്തിൽ ഉടനീളം വരും. ഇതുകൊണ്ട് എന്തു ചെയ്യണം? അനാവശ്യ ധൂർത്തുകളൊന്നും നമ്മളെ കല്യാണത്തിൽ നടക്കരുത്. അത് ഭക്ഷണത്തിന്റെ പേരിലാണെങ്കിലും, പന്തലിന്റെ പേരിലാണെങ്കിലും, അലങ്കാരത്തിന്റെ പേരിലാണെങ്കിലും, മണവാട്ടിയുടെ വസ്ത്രത്തിന്റെ രീതിയിലാണെങ്കിലും, ആഭരണങ്ങളുടെ ശൈലിയിലാണെങ്കിലും ഒന്നും ദൂർത്ത് അത് നമ്മളെ കല്യാണത്തെ തൊടിയിക്കരുത്. അള്ളാന്റെ റസൂല് പറയുന്നത് ബറക്കത്തുള്ള കല്യാണം ഏതാണെന്നറിയോ? ഐസറുഹാ മുഅ്മിനാ, ഏറ്റവും ചെലവ് കുറഞ്ഞ കല്യാണമാണ് ബറക്കത്തുള്ള കല്യാണം. ചെലവ് കുറഞ്ഞ കല്യാണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വളരെ ലളിതായി, പറ്റ ലളിതായപ്പോ നബി തങ്ങൾ ലേശം ഒന്ന് കൂട്ടാൻ വേണ്ടിയും പറഞ്ഞിട്ടുണ്ട്. സയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അള്ളാന്റെ റസൂലിന്റെ സദസ്സിലേക്ക് വന്നു. നബി തങ്ങളുടെ അടുത്ത സ്വഹാബിയാണ്, അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ആളുമാണ്. അപ്പൊ ഒരു വല്ലാത്ത സുഗന്ധത്തിന്റെ മണങ്ങനെ വന്നപ്പോ നബി തങ്ങൾ ചോദിച്ചു, എന്താ അബ്ദുറഹ്മാനെ വല്ലാത്തൊരു സൗഗന്ധിക അന്തരീക്ഷങ്ങളോട് വന്നപ്പോ? അപ്പം തലേ ചൊറിഞ്ഞുകൊണ്ട് പറയും, നബി അങ്ങനെ ചെറിയൊരു കല്യാണം കഴിച്ചു.
അപ്പൊ നിങ്ങൾ ആലോചിക്കണം, റസൂലുള്ളാഹിന്റെ ഇത്രയും അടുത്തൊരു കൂട്ടുകാരൻ കല്യാണം കഴിച്ച് ഇവരാരറിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ല എന്ന് പറഞ്ഞാൽ എത്ര ലളിതായിരിക്കും അന്നത്തെ കല്യാണം. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ആരും അറിയാതെ കല്യാണം നടക്കരുത്. ഔലിം വലോ ബിശാ, ഇനി ആ വിവരം ജനങ്ങളെ അറിയിക്കാൻ ഒരു ആടിനെങ്കിലും മറുത്ത് നിങ്ങൾ കല്യാണ സദ്യ നടത്തുക. അപ്പൊ നാട്ടുകാരൊക്കെ ഒന്ന് വിവരം അറിയാം. അല്ലെങ്കിൽ ബേക്കിന്റെ വേക്കല വെച്ച് കൊണ്ടുപോകുമ്പോളേ തട്ടി കൊണ്ടുപോകാന്ന് വിചാരിക്കൂലേ, ആരും അറിയാതെ സ്വകാര്യമായിട്ട് കല്യാണം കഴിച്ചാല്. അപ്പം ജനങ്ങൾ അറിയണം എന്ന് കരുതി അത് വലിയ ആർഭാടാക്കി അനാവശ്യ മാർഗത്തിലൂടെ പണം സമ്പാദിച്ച് നമ്മൾ ജനങ്ങളെ കൊണ്ട് ഹറാമു തീറ്റിപ്പിച്ചും ഇനി ഉള്ളവൻ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് കൂടി നിർബന്ധിതമായത് ചെയ്യേണ്ട ഒരാചാരമായി മാറും വിധം അമിതമായ ആഹാരം വിളമ്പിയോ ആർഭാടങ്ങൾ ഉണ്ടാക്കിയോ കല്യാണം നടത്തിയാൽ ആ കുടുംബത്തിന് കൂട്ടായി പിന്നെ പിശാചാണ് ഉണ്ടാകുക. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, വലാ തുബദ്ദിർ തബ്ദീറാ, നിങ്ങൾ ഒരിക്കലും ദുർവ്യയം ചെയ്തു പോകരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീനി വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറാ. ദുർവ്യയം ചെയ്യുന്നവൻ പിശാചിന്റെ കൂട്ടുകാരനാണ്. പിശാചാകട്ടെ തന്റെ രക്ഷിതാവിനോട് നന്ദികേട് കാണിക്കുന്നവനാണ്. ഇതുതന്നെയാണ് അള്ളാഹു കൊടുത്ത പണം ദുരുപയോഗം ചെയ്യുന്നവനും ധൂർത്തടിക്കുന്നവനും അള്ളാഹിനോട് നന്ദി കെട്ട് ഏർപ്പാടിലാണ്. ഓന്റെ ചങ്ങാതിയായി ശൈത്താൻ ഉണ്ടാവും. ശൈത്താന്റെ ഇഷ്ടവിനോദം എന്താ? അത് ഒരു മനുഷ്യനെയും അവന്റെ കുടുംബത്തെയും തമ്മിൽ തെറ്റിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ധൂർത്തടിച്ച് കല്യാണം നടന്നോ ആ കുടുംബത്തിൽ കലഹമുണ്ടാവും, ശൈത്താന് സ്വാധീനം ഉണ്ടാവും. നന്നായി ശ്രദ്ധിച്ചോളൂ. അതോടൊപ്പം തന്നെ അനാവശ്യമായ മറ്റു ദുരാചാരങ്ങൾ, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, സമയം കുറവുള്ളതുകൊണ്ട്. ഇതൊന്നും നമ്മളെ കല്യാണത്തിൽ വരാതെ പരമാവധി നബിതങ്ങളെ ചര്യ പാലിച്ച് സുന്നത്തുകൾ എടുത്ത് നമ്മൾ വിവാഹം നടത്തി കൊടുക്കുക. അങ്ങനെ കുടുംബത്തിന്റെ അടിത്തറയായ ആണും പെണ്ണും രൂപപ്പെട്ട് കഴിഞ്ഞാൽ, ഭാര്യയും ഭർത്താവും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി ശാന്തിയുള്ള സമാധാനം നിറഞ്ഞ കുടുംബജീവിതം നയിക്കാൻ പ്രധാന ബാധ്യത അവര് തന്നെയാണ് നിർവഹിക്കേണ്ടത്. നേരത്തെ പെണ്ണ് കരഞ്ഞ ഉമ്മക്കും ബാപ്പക്കും നാട്ടുകാർക്കും സിയ ചൊല്ലിക്കൊടുത്ത ഉസ്താദിനൊക്കെ ഇനി പരിമിതിയുണ്ട്. ഇനി സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഓല് തന്നെ തീരുമാനിക്കണം. ഓല് കലഹം തീരുമാനിച്ചാൽ ബാക്കിയുള്ളവർ സമാധാനം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അതിനെന്തു വേണം? ഒരു ഭർത്താവ് നല്ല ഭർത്താവായി തീരാൻ എന്ത് ചെയ്യണം? ഒരു ഭാര്യ നല്ല ഭാര്യയായി മാറാൻ എന്ത് ചെയ്യണം? ഇതിനെ സംബന്ധിച്ച് നല്ല അവബോധം ഉണ്ടായിരിക്കുകയാണ്. ഒരൊറ്റ കാര്യം മാത്രമാണ് രണ്ടു കൂട്ടരോട് ഞാൻ പറയുന്നത്. നല്ല ഭർത്താവാകാൻ ഒരു ഐഡിയ ഉണ്ട്. അത് മറ്റൊന്നുമല്ല, ഭാര്യക്ക് അർഹിക്കുന്ന പരിഗണന കൊടുക്കുക. അങ്ങനെ പെരുമാറാൻ ശീലിച്ചാൽ നല്ല ഭർത്താവാകും. ഒരിക്കലും എന്ത് ആലോചിച്ചുകൊണ്ടിരിക്കരുത്, ഭാര്യ എനിക്ക് നിർവഹിച്ചു തരേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ. ഇത് നിരന്തരമായി ചിന്തിച്ചാൽ ഒരുത്തന്റെ കുടുംബത്തിലും സമാധാനം ഉണ്ടാവില്ല. അതേ സമയത്ത് ആലോചിക്കേണ്ടത് എന്താ? ഞാൻ എന്റെ ഭാര്യക്ക് ചെയ്തു കൊടുക്കേണ്ട ചുമതലകളൊക്കെ ഞാൻ ഭംഗിയായി നിർവഹിക്കുന്നുണ്ടോ? അതിലെന്റെ അടുത്ത് എന്തെങ്കിലും വീഴ്ചയുണ്ടോ എന്ന് ആലോചിച്ചാൽ ഇവന് സംതൃപ്ത ജീവിതം ഉണ്ടാവുന്ന ഇതേ ചിന്ത തന്നെ ഭാര്യയും ചിന്തിക്കുക. എന്റെ ഭർത്താവിനോടുള്ള ബാധ്യത നിറവേറ്റാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റേത് ഇങ്ങോട്ട് കിട്ടുന്നുണ്ടോ? ഇത് കൂടുതൽ ആലോചിക്കാതെ രണ്ടു കൂട്ടരും മറ്റുള്ളവരെ എങ്ങനെ പരിഗണിക്കണം എന്നതിനെ കുറിച്ച് നിരന്തരമായി ചിന്തിച്ചാൽ നമ്മൾ നല്ല ഭാര്യമാരാവും, നല്ല ഭർത്താക്കന്മാരുമാവും. അതിനുള്ള പ്രായോഗികമായ രൂപം ഇസ്ലാം മതം നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, കുടുംബജീവിതത്തിൽ എപ്പോഴും ഒരു ഭർത്താവ് മുൻകൈയെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ഭാര്യയുടെ കൂടി അഭിപ്രായം ചോദിച്ച് അതിനുകൂടെ പരിഗണിച്ചുകൊണ്ട് അത് പ്രയോഗവൽക്കരിക്കുക. ഉദാഹരണത്തിന്, നമ്മൾ വീട്ടിലേക്ക് ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോവാൻ, വീട്ടിലൊരു ചരക്ക് വാങ്ങാൻ വേണ്ടി പോവാൻ. അപ്പം പുരക്കാരത്തിനോട് നമ്മൾ ചോദിക്കണം എന്തൊക്കെയാണ് ഇവിടെ വേണ്ടത്. പെണ്ണുങ്ങൾ വരിക, അരിയില്ല, പഞ്ചാരിയില്ല, പച്ചക്കറിയില്ല, മീനും വേണം. ആയിക്കോട്ടെ, നമ്മളവിടെ പോവല്ലേ ചെയ്യാ. ഇവിടെ മതിയാക്കരുത് ചോദ്യം. അരിയില്ല എന്ന് പറഞ്ഞാൽ ഏതരിയാ വേണ്ടത്?
നിന്റെ ഇഷ്ടം ഏതാ? റേഷൻ ഷാപ്പിലേരിയ, പൊന്നിയ, അതല്ല കുറുവേ? ഓള ഇഷ്ടവും കൂടി പരിഗണിച്ച് അരി വാങ്ങാൻ ശീലിക്കുക. നമ്മളാരെയും ചോദിക്കലുണ്ടോ? അത് ഞാൻ എന്റെ ഇഷ്ടത്തിനാണ് വാങ്ങാന്നല്ല, അതിന് ഓളോട് ചോദിക്കാൻ നിൽക്കുക. ഇതാ നമ്മളെ നിലപാട്. ഒന്ന് മാറ്റി വെക്കുക. ഭാര്യക്ക് അത്ഭുതകരമായി നിങ്ങളോട് സ്നേഹം വർദ്ധിക്കും. ഭാര്യയുടെ അഭിപ്രായം ചോദിച്ചിട്ട് അരി വാങ്ങും. പച്ചക്കറി വാങ്ങുമ്പോഴും അങ്ങനെ തന്നെയാണ്. അവർക്ക് ഏതാ ഇഷ്ടപ്പെട്ട സാധനം? ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഉണ്ടാവും, അത് വാങ്ങിക്കൊടുക്കുക. നമുക്കൊരു തിയറി ഉണ്ട്, നമ്മളെന്താ വാങ്ങുക? അങ്ങാടി പോയി നോക്കട്ടെ, ആദായം ഇഷ്ടമുണ്ടോ അനിഷ്ടാണോ ഇതൊന്നും നമുക്ക് ബാധകല്ല, ആദായം. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളിങ്ങനെ നന്മണ്ട അങ്ങാടിക്ക് ഇറങ്ങി നോക്കുമ്പോ ഇവിടുത്തെ അങ്ങാടിനെ പറയണ്ട. അപ്പൊ എന്ത് ചെയ്തു? അവിടെ ഉണ്ട് ഏതോ ഒരാളെ കയ്പത്തോട്ടത്തിന് വെള്ളം കേറിയിട്ട് ഒരു ഗുഡ്സ് വണ്ടി നിറയെ കയ്പ. ആ കയ്പ 5 കിലോ 50 ഉറുപ്പ്യ എന്ന് പറഞ്ഞിങ്ങനെ വിൽക്കുക. അപ്പം വലിയ കോളാക്കിയിട്ട് ഇവൻ ആദായത്ത് കിട്ടിയല്ലേ 5 കിലോ കയ്പയായിട്ട് ഇങ്ങനെ തൊള്ളിച്ചു വരുന്നത്. ഓക്കാണ് കണ്ണിന്റെ ഏറെ കണ്ടുകൂടാത്തൊരു സാധനം. 5 കിലോ എന്നാ അത് തീരുക? ഇത് വെട്ടി നുറുക്കിയാട് പുഴുങ്ങി കൊടുക്കൂലേ? വല്ല ഇഷ്ടവും താല്പര്യവും ഉണ്ടാവോ? ഇല്ല. അപ്പൊ നമ്മൾ ഈ സാധനമൊക്കെ വാങ്ങുമ്പോ അവരോടും ചോദിച്ചു. മീൻ വാങ്ങുമ്പോ ചില മീൻ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടായിക്കോണമെന്നില്ല. അപ്പൊ വിലക്കുറവ് എന്നത് മാത്രല്ല, ഭാര്യമാരെ മക്കളുടെ ഇഷ്ടവും കൂടി പരിഗണിച്ച് സാധനം മേടിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറിയാൽ നമ്മളെ കുടുംബത്തിന് നമ്മളോട് എന്തെന്നില്ലാത്ത സ്നേഹം ഉണ്ടാവും. അവർക്ക് നമ്മൾ കൊടുക്കുന്ന പരിഗണനയാണ്. ഇതുപോലെ നമ്മളൊരു വീടിന്റെ നിർമ്മാണം നടത്തുന്നു. ആ സമയത്ത് നമ്മളെ സഹോദരിമാരെ, ഭാര്യമാരെ കൂടി അതിൽ അഭിപ്രായം ചോദിച്ച് പങ്കാളികളാക്കണം. പല ആൾക്കാരും ഇതൊന്നും പെണ്ണുങ്ങളോട് വെക്കേണ്ട വിഷയമല്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇയാൾ ഈ പ്ലാനൊക്കെ കൊണ്ടോന്ന് ഇങ്ങനെ നോക്കുമ്പം അവളെങ്ങാനും വന്നു നോക്കിയാലോ? അപ്പണ്ട് മടയെന്ന് കുറുക്ക നോക്കണായിരുന്നോട്ടെ, ദത്താജി നോക്കണ ഇത് എഞ്ചിനീയറിംഗ്, അതൊന്നും പന്റെ തലേ കയറൂല, ഇനി പോയി അടിച്ചായിരിക്കോ തേച്ചു ചോറിക്കോ എന്ന് പറഞ്ഞിട്ട് വരട്ടി വിടുകയാണ്. ഇതിന് പകരം എന്ത് ചെയ്യാ? നമ്മളൊരു വീടിന്റെ പ്ലാനൊക്കെ റെഡിയാക്കിയാൽ അൽ മർഅത്തു റായിയത്തുൻ ഫീ ബൈത്തി സൗജിഹാ, ഭർത്താവിന്റെ വീട് ഭരിക്കേണ്ടവളാണ് ഭാര്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമ്മളെ വീടിന്റെ ഭരണാധിപ ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ ആ വീട് നിർമ്മിക്കുന്ന സമയത്ത് അവരുടെ കൂടി അഭിപ്രായങ്ങൾ എടുക്കണം. അവളെ അടുത്തേക്ക് വിളിക്കുക, എന്നിട്ട് പറയുക, ഞമ്മക്കാകെ 5 സെന്റേ ഉള്ളൂ സ്ഥലം എന്ന് കരുതി എന്റെ പുര ചെറുതാക്കാനും നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഇപ്പൊ തൽക്കാലം 2 റൂമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി ആകാശം വരെ നമ്മളെ സ്ഥലമാണ്, അതിന് പറ്റിയ തറയാണ്, മേലെത്രയുണ്ടാക്കാം. പക്ഷേ 2 റൂമാന്ന് കരുതി അടുക്കള ചെറുതാക്കിയണോ? ഇല്ല. ഒരേ വലിപ്പം നോക്ക്, വർക്ക് ഏരിയന്റെ നീളെന്താ, ഇനി വേണമെങ്കിൽ 2-3 ഇഞ്ച് കൂട്ടണേനും വിരോധമല്ല, പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് അവരെയും കൂടി ഒന്ന് പങ്കാളിത്തം ഈ പ്ലാൻ പാസ്സാക്കുന്നതിൽ നമ്മൾ കൂട്ടിച്ചേർത്താൽ പൂഴി ധരിക്കാൻ പോലും ഉണ്ടാവില്ലേ? ഉണ്ടാവും. വാർപ്പിന്റെ അന്ന് ചോറ് പോലെ പറയുന്ന വരൂലേ? തീർച്ചയായിട്ടും വരും. ഇനിയോ വാർപ്പ് കഴിഞ്ഞാൽ നനക്കാൻ ഓളുണ്ടാവില്ലേ? സജീവമായിട്ട്. എന്നാൽ ഇങ്ങനത്തെ പങ്കാളിത്തൊന്നുമില്ല. നേരത്തെ പറഞ്ഞ മാതിരി അടിച്ചാരാൻ പറഞ്ഞതാണെങ്കിലോ അങ്ങനത്തെ പെണ്ണുങ്ങളോടൊന്ന് അന്വേഷിച്ചു, നിങ്ങളെ പൊരപ്പണിയൊക്കെ എടത്തിന്ന് വെച്ചാൽ ഞാൻ അതിലായിട്ടൊന്നും പോയി നോക്കല്ല. മൂപ്പരിങ്ങനെ ഉണ്ട്, ഇങ്ങനെ എന്നും പോണാണ്. എടത്തിന്നും ഞാൻ അറിയില്ല, ഞാൻ ചോദിക്കലും ഇല്ല. ഇങ്ങനെ പറയും ചില പെണ്ണുങ്ങൾ. ഇതെന്തുകൊണ്ട് ആ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ സംസാരിച്ച് നാം മൂപ്പരുണ്ടാക്കട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ സഹകരിച്ച പെണ്ണുങ്ങളാണെങ്കിലോ വാർപ്പ് കഴിഞ്ഞാലിന്റെ ഒരു വലിച്ചിൽ ഒരു മുട്ടല്, വലി മുട്ടുകയെന്ന് പറയും. പിന്നെ തേപ്പോടങ്ങനെ ലേശം ബുദ്ധിമുട്ടാ. അങ്ങനെ ഒരു 6 മാസക്കാട് പോവാണെങ്കിൽ ഈ പെണ്ണുങ്ങൾ എന്തു പറയുന്നവരെ വന്നിട്ട് പിന്നെ ഈ പണ്ടും പൊന്നൊക്കെ ഇങ്ങനെ ഈ ആൾമറയിൽ വെച്ചുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ, നിങ്ങളിത് കൊണ്ടുപോയി വിറ്റിട്ട് ഒരു 2 മുറി തേച്ച അമ്മക്കാടെ കൂടിക്കൂടെ? ആര് ചോദിക്കും? ഈ പെണ്ണുങ്ങൾ ചോദിക്കും. എനിക്ക് എന്തു വേണം? അവരെയും കൂടി മുഖവിലക്കെടുത്ത് പരിഗണിച്ചു പോകണം. അതിനുള്ള ത്രാണിയും തന്റെ ഇടവും നമ്മൾ കാണിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാ അക്രമഹുന്ന ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. ഭാര്യമാർക്ക് അർഹിക്കുന്ന പരിഗണന കൊടുക്കുന്നത് മാന്യന്മാര് മാത്രമാണ്. ഭാര്യമാരെ അവഗണിക്കുന്നവൻ ദുഷ്ടന്മാരും ആണ്. നമ്മൾ ദുഷ്ടന്മാരാകരുത്, മാന്യന്മാരാവുക. ഇതുപോലെ ഭാര്യമാരെ വീട്ടിൽ അവരെ കുടുംബത്തിലൊക്കെ എന്തെങ്കിലും പരിപാടിയും ഫംഗ്ഷനുകളും കല്യാണവും സൽക്കാരൊക്കെ ഇടക്കിടക്ക് ഉണ്ടാവും. ചില ഭർത്താക്കന്മാർക്ക് അങ്ങോട്ട് കേട്ടാൽ ഈറങ്ങോട്ട് പിടിക്കും.
അത് രണ്ട് കാരണങ്ങളുണ്ട്. ചിലർക്ക് സമയമില്ലാത്തതുകൊണ്ടാ, വേറെ ചിലർക്ക് കുറച്ച് പിസ്ക് കൂടുതലായിരിക്കും. കാരണം ഭാര്യ വീട്ടിൽ പോകുമ്പോ എന്തെങ്കിലും ഒരു പലഹാരം പോയി കൈ പിടിക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചാലും ഇങ്ങോട്ട് ദേഷ്യം പിടിക്കും. എന്റെ എല്ലാം ഈ പറയണ്ട എന്നോട് നോക്കാട് പറഞ്ഞിട്ട് ഞെട്ടിച്ച് കൊണ്ട് പോവില്ല. എന്നാൽ നമ്മൾ അറിയുക, ഒരു സ്ത്രീയുടെ മനസ്സെന്താ, അവരെ വീട്ടിലോ കുടുംബ വീട്ടിലോ ഒരു കല്യാണോ പരിപാടി ഉണ്ടായി നമ്മളെ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളും കൂടി അവരെ കൂടെ പോകുക എന്നതാണ് അവരെ ഏറ്റവും വലിയൊരാഗ്രഹം. എന്താണ് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകാനുള്ള കാരണം? ഭർത്താവിനോടുള്ള അങ്ങേറ്റത്തെ സ്നേഹം കൊണ്ടായിക്കൊള്ളണമെന്നില്ല, ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല. അതന്നെ ഇവർ ഈ കല്യാണ ദിവസങ്ങാനും നാട്ടിൽ ചെന്ന് ബസ്സായിട്ട് ഇറങ്ങിയാൽ ആദ്യം കാണുന്ന ആളുടെ ആദ്യത്തെ ചോദ്യം എന്തായിരിക്കും? ഭർത്താവ് പോകുന്നില്ലേ എന്നാ. ഇതിങ്ങോട്ട് കേൾക്കുമ്പോണ്ട് ഒരു ഈറ. ഇന്നലെ രാത്രി അതിനാ എല്ലാ കുഴപ്പമുണ്ടാക്കി. നിങ്ങൾ പോരോ പോരൂലേ? ഇപ്പം പറയണ പോരൂലെന്ന്. അങ്ങനെ രണ്ടാളും തിരിഞ്ഞു കടന്നതാ. ഇവള് രാവിലെ മാറ്റിപ്പോയി അങ്ങാടിയിൽ ഇറങ്ങി നോക്കുമ്പോ ആദ്യത്തെ ചോദ്യം തന്നെ ഏതാ? മൂപ്പര് പോന്നുണ്ടോ? അപ്പോണ്ട് ഈ മൂപ്പരോട് ഒരു ദേഷ്യമൊക്കെ വരാൻ. അത് കഴിഞ്ഞ് എങ്ങനെങ്കിലുമൊക്കെ കടിച്ചമർത്തി കല്യാണപ്പുരയില അവിടെ ചെന്ന് കയറിയപ്പോ ഏടെ മൂപ്പം പോകുന്നില്ലേ? ഇതെന്നെ കണ്ണുപിടിച്ചില്ല നിങ്ങൾക്ക്? ഓനെ മാത്രങ്ങൾ ചോദിക്കണമെന്ന് വെച്ചിട്ട് ഒരു ഔത്തുക്ക് ഒരു പോക്ക. പിന്നെ മറ്റേ മുറ്റത്തെത്തി നോക്കുമ്പോ അവിടുന്ന് പെണ്ണുങ്ങൾ ചോദിക്കണേ ഭർത്താവ് ഒന്നുമില്ല. ഇതിങ്ങനെ തീരണ വരെ ചോദ്യം തന്നെ കല്യാണപ്പുര. ഇവളെ മോത്തും കൽബിലും ഒക്കെ ഉരുണ്ടുകൂടുന്ന കാർമേഘങ്ങൾ ഇത്രയക്കുന്ന രംഗങ്ങൾ. ഇനി ഈ ഭർത്താവുമായിട്ടൊന്ന് നല്ല മുഖത്തോടെ നോക്കിക്കാണെങ്കിൽ ഒരാഴ്ചെങ്കിലും കഴിയും ഈറും ദേശങ്ങൾ കുറഞ്ഞു കിട്ടണമെങ്കിൽ. അപ്പൊ അവരോടുള്ള ഒരു പരിഗണനയുടെ ഭാഗമായി അവരെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാക്കുമ്പോൾ ഒരു ഭർത്താവ് എന്ന തലത്തിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടി വരും. നമ്മൾ ചിലപ്പം വയലിന്റെ പ്രസിഡന്റ് ആയിരിക്കാം, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കാം, SYSന്റെ വേറെന്തോ ആയിരിക്കാം, ഇതൊക്കെ ആയിരിക്കാം. പക്ഷെ ആ സമയത്ത് നമ്മൾ ആരുമാണ്? ഒരു ഭർത്താവാണ്. ഇത് മറക്കാൻ പാടില്ല. നമ്മളെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു. ഭർത്താവ് എന്ന വിധാനത്തിൽ വരേണ്ടടുത്ത് സജീവമായി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങണം. ഇങ്ങനെ ദൈനംദിന ജീവിതത്തിൽ ഭാര്യമാർക്ക് കൊടുക്കേണ്ട പരിഗണനകളൊക്കെ കൊടുക്കുക. ഏതുവരെ? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നീ ലാ തസയ്യനു ലിംറഅതി കമാ തതസയ്യനു ലീ. ഞാൻ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ചമഞ്ഞ് ഒരുങ്ങാറുണ്ട്, അവൾ എനിക്ക് വേണ്ടി ഒരുങ്ങുന്നത് പോലെ. പുതിയ തലമുറയിലെ ഭർത്താക്കന്മാർക്കൊന്നും അങ്ങനത്തെ യാതൊരു ആശയവും ഇല്ല നമ്മളെ കൽബില്. ഭാര്യമാർക്ക് വേണ്ടി ഭർത്താക്കന്മാര് വസ്ത്രം ധരിക്കണം, വൃത്തി വരുത്തണം, അലങ്കാരമണിയണം. ഇന്ന് ആണിനും പെണ്ണിനും ഈ ബോധമില്ല. എല്ലാവർക്കും സൗന്ദര്യബോധം കുറച്ച് കൂടുതലുമാണ്. പക്ഷെ ആരെ മുമ്പിലാ? ആരാന്റെ പെണ്ണുങ്ങളെ മുമ്പിൽ, അല്ലെങ്കിൽ ആരാന്റെ ആണുങ്ങളെ മുമ്പിൽ. അവനന്റെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും മുമ്പിലേക്ക് ഈ ബോധമില്ല. കല്യാണത്തിന് പോകുമ്പോ, അങ്ങാടി പോകുമ്പോ, ടെക്സ്റ്റൈൽസിലേക്ക് പോകുമ്പോ ഒക്കെ എന്താണ് ഒരുക്കം? പൊരയിലൊരു ഭർത്താവ് കയറി വരുമ്പോ എന്താ എന്റെ സ്ഥിതി? അങ്ങാടിയിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ കുപ്പായത്തിന് കൊടുക്കഴിഞ്ഞ് അത് തോളിലെടുത്തോടും. പൊരയിൽ വന്നാ പിന്നെ തെങ്ങുമ്മ കയറുന്ന ഒരു യൂണിഫോം ഉണ്ട്, ആ കള്ളിത്തുണി ഒരു കഞ്ഞിപ്പുറാക്ക് വനി. ഓക്കൊണ്ടൊരാഗ്രഹം ഈ ഭർത്താവിനൊരു നല്ല തുണിയും കുപ്പായൊക്കെ ഒരു കുട്ടപ്പനായി കാണാനേ. അങ്ങനെ കുറച്ചൊക്കെ നേരം നിന്നു കൊടുക്കണം എന്നാ ഇസ്ലാം പറയുന്നത്. ഇത് ഭാര്യമാരോടുള്ള പരിഗണനയുടെ ഭാഗമാണ്. ഇങ്ങനെ ഭാര്യ എന്ന നിലക്ക് അവൾക്ക് അർഹിക്കുന്ന പരിഗണന കൊടുത്താൽ ഏത് ഭർത്താവിനും നല്ല ഭർത്താവായി തീരാൻ കഴിയും. ഇതേ ചുമതല തന്നെയാണ് ഭാര്യയും ശ്രദ്ധിക്കേണ്ടത്. ഭർത്താക്കന്മാർക്ക് എപ്പോഴും അർഹിക്കുന്ന പരിഗണന കൊടുക്കുക. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഒരു ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഭാര്യ മൈൻഡ് ചെയ്യണം, ഒന്ന് ശ്രദ്ധിക്കണം, പരിഗണിക്കണം. അത് എങ്ങോട്ട് പോവാണെങ്കിൽ ചിലപ്പോ പാടത്തേക്ക് കൊത്താൻ കൈക്കോട്ടുമായിട്ട് പോവാണ്, അല്ലെങ്കിൽ മദ്രസക്ക് വടിയെടുത്ത് പോണോലുണ്ടാവും, വടിയുണ്ടാവരുത് എന്നാണ്. അതുപോലെ തന്നെ ഇനി അങ്ങാടിയിലേക്ക് ചാവി എടുത്ത് പിടി ഉറക്കാൻ പോണോലാണ്. ഇങ്ങനെ ഗൾഫിക്ക് പോണോലോ ഉംറക്കോ ഹജ്ജിന് എവിടേക്കാണെങ്കിലും ഭർത്താവ് പൊരേ നാട് പോകുമ്പോ ഒന്ന് വന്നു നോക്കണം ആര്? ഭാര്യ. അധിക ഭാര്യമാർക്ക് ഈ വിവേകം ഉണ്ടാവില്ല. ഞാൻ വരട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ പാത്രം പോട്ടെ, ഓളെ അടുക്കളയിൽ കാട്ടും, ഇപ്പം പുറത്തേക്ക് കിട്ടും. ഇങ്ങനെയല്ല. കോലായ്മ കൂടെ ഇറങ്ങി ഭർത്താവാട് പോകുമ്പോ ഭാര്യ ഒന്ന് വന്നു നോക്കാം, ചോദിക്ക ചെരുപ്പ് അവിടെ ഉണ്ടല്ലോ, മൊബൈൽ എടുക്കാൻ മറന്നില്ലല്ലോ, ഇല്ല, നിങ്ങൾ ഇന്നലെ കുറച്ച് വൈകി, ഇന്നപ്പോഴെത്താ. ഇങ്ങനെ ഒരു രണ്ട് ചോദ്യമൊക്കെ ചോദിച്ച് ഭർത്താവിനെ യാത്രയാക്കിയാൽ ആ ഭാര്യന്റെ മുഖം ഇയാളെ മനസ്സിലവിടെ ഉണ്ടാകും. ഔദ്യോഗിക ചുമതലകൾ കഴിഞ്ഞാൽ
ഭർത്താക്കന്മാര് ഒരിക്കലും അങ്ങാടിയിൽ അലഞ്ഞു തിരിയൂല. വീട് വിട്ടുപോകുമ്പോൾ യാത്രയപ്പ് കൊടുത്ത ഭാര്യയുടെ ഭർത്താവ് അനാവശ്യമായി അങ്ങാടിയിൽ നിൽക്കൂല. ഒഴിഞ്ഞു കിട്ടുന്ന സമയം ഭാര്യയോടും മക്കളോടും ഒപ്പം ചെലവഴിക്കും. അതാ മനഃശാസ്ത്രം. ചില ആൾക്കാർ പറയും ഭർത്താവ് തീരെ പുരയിൽക്ക് വരുന്നില്ല, വരികയാണെങ്കിൽ തന്നെ രാത്രി 1 മണിക്കാ കയറി വരിക. എന്തേക്കും കാരണം അറിയങ്ങള്? ഇത് പോയാലും ശ്രദ്ധിക്കൂല, വന്നാലും ശ്രദ്ധിക്കൂല. അങ്ങനെ ഉണ്ടായാല് പിന്നെയും കുറച്ചുകൂടി നല്ല എന്താ ഓളം ഉറങ്ങിയിട്ട് പോവുകയാണ്, ആ കുറച്ച് ശല്യം കുറയും. അതാ ഓന് 1 മണിക്കരെ കാത്തു. ഓന്റെ പുരയിൽ പോകാൻ പൂതില്ലായിട്ടല്ല, ഇത് കടന്നുറങ്ങി കിട്ടിയാൽ നമുക്ക് സമാധാനാണ് എന്ന നിലക്ക് വൈകുകയാണ്. അപ്പൊ ഭർത്താക്കന്മാരെ പരിഗണിക്കുന്ന വീടാണോ അവരെ സാന്നിധ്യം ഒഴിവുള്ളപ്പോഴൊക്കെ പുരയിലുണ്ടാവുന്ന. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. വീട്ടിൽ നിന്ന് പോകുന്ന ഭർത്താവിനെ ശ്രദ്ധിക്കണം, പരിഗണിക്കണം. രാവിലെ അങ്ങാടിയിലേക്ക് പോകുകയാണ് ആചാര്യ, സിമന്റും പീടിയയിൽ സിമന്റ് എടുത്തു കൊടുക്കാനുള്ള തിരക്കിലിറങ്ങാണ്. മൂപ്പരെന്തേ മറക്കലുള്ളൂ? ചാവി മാത്രം മറക്കും, പിന്നെ പോയി രണ്ടാമത് തരല്ല. അപ്പൊ നല്ലൊരു ഭാര്യയാണെങ്കിൽ ഇറങ്ങുമ്പോൾ ചോദിക്കൂലേ, അല്ല നിങ്ങൾ ചാവി എടുത്തിട്ടില്ലേ? എന്തൊരു സമാധാനം. മൊബൈലൊക്കെ മറന്നുപോയാൽ ഇങ്ങോട്ട് വരണ്ടേ? എല്ലാം ഇതിലെ തലയിൽ സംഗതി ഇല്ലല്ലോ. അപ്പൊ നമ്മൾ കുടുങ്ങാണ്. ഈ ഭാര്യയുടെ ഒരു ശ്രദ്ധയും ഒരു ഓർമ്മപ്പെടുത്തലുമാണ് ഭർത്താവിന്റെ സന്തോഷം. ഇനി ഭർത്താവ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ ചെയ്തു വെക്കേണ്ട കാര്യങ്ങളുണ്ട്, മുന്നൊരുക്കങ്ങളുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഭർത്താവ് വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഫാസ്ലിഹി ഫിറാശ സൗജിക്കി, മകളെ നിന്റെ ഭർത്താവിന്റെ അറ നീ ചിട്ടപ്പെടുത്തി വെക്കണം കേട്ടോ. പല സ്ത്രീകൾക്കും ഇത്തരം ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടാവില്ല. അതിനിപ്പോ ഉറങ്ങാൻ പോകുമ്പോഴൊക്കെ വിരിച്ച് റെഡിയാക്കിയാ പൊരപ്പാടെ കിടക്കട്ടെ. പല വീട്ടിൽ നിങ്ങൾ നോക്കിയാൽ അറയിൽ കയറി നോക്കിയാൽ ഉറങ്ങണ റൂമിൽ ചെന്ന് നോക്കിയാല് ബെഡ് കട്ടിന്റെ ചൂട്ടിലാണ്. മേലുള്ള വിരിപ്പ് അളമറിന്റെ മുകളിൽ ജാറം മൂടിയ മാതിരി അതാടെ കിടക്കുക. ഇപ്പുറത്ത് തലക്കാണി ജനാൽമേ കയറി ചാടാൻ ഒരുങ്ങി നിൽക്കുക. ടീഫോയ് തല കുത്തനെ, കസാര മറിഞ്ഞിട്ട്. ഇതാണ് ഒരാളെ ഉറങ്ങണ റൂമിലെ അവസ്ഥയെങ്കിൽ ആ റൂമൊക്കെ ഒരാൾ കയറി വരുമ്പം ഈറ പിടിക്കാൻ വേറെ എവിടെയെങ്കിലും പോകണം. അതൊരു 5 മിനിറ്റ് ഉണ്ടായാൽ നേരെയാക്കി വെക്കാവുന്ന ഒരു സംഗതിയാണ്. ആ പണി ചെയ്യുന്ന ഭാര്യമാരോട് ഭർത്താക്കന്മാർക്ക് പെരുത്തി ഇഷ്ടമുണ്ടാകും. പല ഭാര്യമാരും ഭർത്താവിന്റെ ഡ്രസ് അലക്കി കൊടുക്കുന്നവരാണ്. എന്നാൽ ചെറിയൊരു സംഗതി കൂടി ചെയ്താൽ വലിയ സന്തോഷം ഉണ്ടാവും. പലരും അലക്കിയിട്ട് എന്താ ചെയ്യാ, TV ഉണ്ടോന്ന് വലിയൊരു കള്ളാസും പട്ടി ഉണ്ടാവും, അയൽക്കാട്ടിട്ട് ഒരു ചവിട്ട് കൊടുക്കും. അതല്ലെങ്കിൽ ആൾമറയ്ക്ക് ഇങ്ങനെ തേങ്ങാകൂട്ടിലേക്ക് തേങ്ങ വലിച്ചിട്ട് വലിച്ചിടല. ഒരു വാതിലെടുത്ത് തുറന്നാൽ ചടപടുവാനിട്ട് എല്ലാം കൂടി താഴത്തെടുക്കും. ഞാൻ അതിനൊരു കുപ്പായം കിട്ടണം എന്ന് വിചാരിച്ചാലോ, ഏതാ പുതിയത്, ഏതാ പഴയത്, ഏതാ അലക്കിയത്, ഏതാ അലക്കാത്തത്, ഇതൊക്കെ തിരിച്ചറിയാൻ ഒരു കമ്മീഷണറൊക്കെ കിട്ടിയത്. ഈ കോലത്തിൽ ഈ ഉച്ചന്റെ ശേഷമൊക്കെ ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുന്ന ടൈമുണ്ട്. അപ്പൊ ഒരു 5 മിനിറ്റ് ഉപയോഗിച്ചാൽ ആ പാന്റിനോട് ചേർന്ന ഷർട്ട് അതിന്റെ കൂടെ മടക്കി വെക്കുക, ഈ തുണിനോട് ചേർച്ചുള്ള കുപ്പായ അതിന്റെ ഒപ്പം ചേർത്ത് വെക്കുക. ഇങ്ങനെ ഒന്ന് അളമറയിൽ ഇങ്ങനെ ചിട്ടയിൽ ഇങ്ങനെ വെച്ചാൽ തിരക്കുള്ള സമയത്ത് ഭർത്താവ് ഒന്നൊരു ഡ്രസ് നോക്കണം, എന്താ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ മണിമണിയായി നിൽക്കണം. അയാൾ അങ്ങാടിയിൽ ഇറങ്ങിയാ പറയടാ എന്റെ ഭാര്യ ആരാന്നറി 100 അറിയാം. ഇതിന് വലിയ പണിയുണ്ടോ? 5 മിനിറ്റ് കൊണ്ട് അപ്പൊ ഈ 100% നല്ല ഭാര്യയായി മാറുന്നത്. ഇങ്ങനത്തെ ചെറിയ ചെറിയ ട്രിക്കുകളാണ്. അങ്ങനെ ഭർത്താവിനെ ഒന്ന് ശ്രദ്ധിക്കാനും പരിഗണിക്കാനും ഒരുങ്ങുക. അള്ളാന്റെ ഹബീബ് തുടർന്നു, നിന്റെ ഭർത്താവ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ പുറത്തേക്ക് പോകുമ്പം യാത്രയപ്പ് കൊടുത്തതുപോലെ പുരയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഫതലഖീഹി ബിൽ ബാബ്, ഗേറ്റ് തുറന്ന് അല്ലെങ്കിൽ വാതിൽക്കൽ വന്ന് നീ ഭർത്താവിനെ പുഞ്ചിരിച്ച് സ്വീകരിക്കണം. മകളെ, പുറത്തുപോയ ഭർത്താക്കന്മാര് വീട്ടിലേക്ക് വരുമ്പം അവരെ പരിഗണിക്കുന്നതിന്റെ ഭാഗമാണ് കുട്ടികളെ വിട്ട് വാതിലോർക്കാൻ ഏൽപ്പിക്കുന്നതിന് പകരം ഭാര്യ തന്നെ വന്ന് വാതിൽ തുറന്ന് കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് കുഴങ്ങിപ്പോയ ഇങ്ങോട്ട് തന്നാള് എന്ന് പറഞ്ഞ് വാങ്ങി അകത്തേക്ക് സ്വീകരിക്കുക. ചില പെണ്ണുങ്ങൾക്ക് ഇതിലും താല്പര്യമില്ല. മൂപ്പർക്ക് അറിയില്ല, പെട് കയറിപ്പോയിരുന്നു, ഞാൻ പോയി സ്വീകരിക്കണം. ഇനി ചിലപ്പോ അടുക്കളയിലടായി ഇയാൾ ബെല്ലടിച്ചാലും ഉറക്ക കുരച്ചാലും വാതിലിന് ചവിട്ടിയാലും വിളിച്ചാലും ഒന്നും അവൾ അറിയില്ല. അറിയണ്ടല്ല, അങ്ങനെ നിൽക്കുക. പിന്നെ ഉറക്ക വിളിച്ചു, എവിടെ പോയിക്കാണ്, അവിടെ ഒന്നും ചീറണ്ട, ഇതിലങ്ങോട്ട് പോരി, ഇവിടെ തുറന്നു ചെയ്യണം. ഇയാളോട് ഈ 30 കിലോ റേഷനരി തലയിൽ വെച്ചിട്ട് ഒരു തവാഫ് ചെയ്യാൻ വേണ്ടി ഓളെ വാങ്ങാം.
അങ്ങനൊക്കെ എത്തിയിട്ട് ഓളോട് പറഞ്ഞാൽ ഈ അരി ഒന്നാട്ട് വെച്ചാ ഏതായാലും നിങ്ങൾ ഇതുവരെ വന്നില്ല അതാട്ട് വെച്ചാൽ ഈ ഭാര്യ ഭർത്താവ് നല്ല ബന്ധയിക്കും നിങ്ങൾ ആലോചിച്ചു അല്ല. അപ്പൊ ഒരു ശ്രദ്ധയും പരിഗണനയൊക്കെ കൊടുത്ത് ഭർത്താക്കന്മാരുടെ താല്പര്യങ്ങളും ഇംഗിതങ്ങൾക്കും മുൻഗണന കൊടുത്താൽ ഏത് ഭർത്താവും നല്ല സ്വഭാവമുള്ളവനാകും, തന്റെ ഭാര്യയെ നന്നായി സ്നേഹിക്കുന്നവനാകും. ഇതായിരുന്നു അള്ളാഹുവിന്റെ ഹബീബിന്റെ ദാമ്പത്യം. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, എത്ര സന്തോഷത്തോടെയായിരുന്നു അവർ പരസ്പരം പരിഗണിച്ച് ജീവിച്ചത്. അള്ളാന്റെ ഹബീബത അടുക്കളയിൽ വരും. ഭാര്യമാർക്ക് തിരക്കുള്ള സമയത്ത് അടുക്കള ജോലികളിലൊക്കെ പങ്കാളിയാകാറുണ്ട്. മാംസം കൊണ്ടുവന്ന് വീട്ടില് തിരക്കാ. നബിതങ്ങൾ എന്നോട് പറഞ്ഞു, ആയിഷ കത്തിയെടുക്കുന്ന പറഞ്ഞു. ഞാൻ കത്തിയെടുത്തു കൊടുത്തു. നബിതങ്ങൾ ഇറച്ചി മുറിച്ചു തരികയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ മതത്തുനിന്ന് പുറത്തു പോയി പോകുന്നുള്ള ചിന്ത. മീൻ മുറിക്കൊക്കെ ചെയ്ത ഭർത്താവ് മീൻ മുറിച്ചാൽ ഇറച്ചി പിന്നെയും ചില ആൾക്കാരൊക്കെ മുറിക്കും. മീൻ മുറിച്ചാന്ന് പറഞ്ഞാല് അതൊരു താന്ന പണിയാണെന്നുള്ള തോന്നലാണ്. ഇങ്ങനെയൊന്നുമില്ല. പച്ചക്കറി അരിഞ്ഞു കൊടുക്കുക. രാവിലൊക്കെ വലിയ തിരക്കുണ്ടാവും. 2-3 മക്കൾ സ്കൂളിൽ പോകാണ്ടെങ്കിൽ പറയണ്ട, 7 മണിന്റെ മുമ്പ് 6:30 മദ്രസ പലർത്തും തുടക്കാം. അപ്പോഴേക്ക് ഇവർക്ക് കുടിക്കാനുള്ള ചായ ചെറുങ്ങനെ കിട്ടണം. അത് കഴിയുമ്പോഴേക്ക് സ്കൂളിൽ പോകാനുള്ളത് വേണം, പോകുമ്പം കുടിക്കാനുള്ളത് വേണം, കൊണ്ടാനുള്ളത് വേണം. അതിന്റെ കൂടെയാണ് 1.5 വയസ്സുള്ള ഒരുത്തൻ ഒക്കത്തുണ്ട്. ഇതിന്റെ കരച്ചിലൊരു ഭാഗത്ത് 3.5 വയസ്സുള്ള LKG-ക്കാരി പറയുന്നുണ്ട്, എന്റെ പെൻസിൽ കാണുന്നില്ല. 5-ലുള്ളവൻ പറയന്റെ അമലിയാത്ത് അവിടെ പോയി, മറ്റോന്റെ ദീനിയാത്ത് കാണുന്നില്ലോ. ഈ ബഹളങ്ങൾക്കൊക്കെ ഇടയില് ഈ ആണ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ ആ പോരയില്, ആ വായിക്ക തിരിഞ്ഞു നോക്കൂല. അടുക്കള എന്ന് പറഞ്ഞാൽ നമ്മൾ തിന്നാനല്ലാതെ അവിടെ കയറൂല എന്ന രീതിയിൽ ചിന്തിച്ചു പോയ ആൾക്കാർ. ഓന് രാവിലെ കിട്ടും സിറാജ് പത്രം, 6 മണിക്ക് എത്തുന്നത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആ കോലായ്മല് പോയി ഇരുന്നിട്ട് കാൽമല് കയറ്റി വെച്ച് അത് ആ സ്റ്റൂളുമല് തിരികെ അവിടെ വെച്ചാൽ ഹത്തും പൂർത്തിയായിട്ടല്ലാതെ ആ കാല് വലിക്കൂല. ഇനി അടുക്കളയിൽ അമ്മി കുമ്മായാലും വേണ്ടില്ല, ഞാൻ ഇവിടുന്ന് എഴുന്നേൽക്കൂല. അവിടുന്ന് കുട്ടീന്റെ കരച്ചില്, ഭയങ്കര ബഹളം. അപ്പോഴാണ് ഇവന്റെ വിളി, പാത്തുമ്മ ഒന്നും കിട്ടുകയെന്ന്. ഞാൻ ഇവിടെ തിരക്ക്, ഇങ്ങോട്ട് വാ, എന്നോടല്ലേ പറഞ്ഞു. അങ്ങനെ ഓളതാ കയ്യിൽ ചട്ട കണ്ടു, ഒക്കത്തൊരു കുട്ടിയുണ്ട്, മറ്റേ കയ്യിൽ ഒരു പത്തിരി ഉണ്ട്. ഇങ്ങനെ വന്ന് എന്തേന്ന് ചോദിച്ചു. ആ പത്രം കണ്ട് എടുത്ത ഇവന്റെ നടുവിലെ പേജ് അവിടെ പാറിപ്പോയതാ. ഈ പിരി കഴിച്ചാൻ പറ്റൂല കാൽമലെ. ഈ ജാതി മടിയന്മാരായാലും എങ്ങനെ നമ്മൾ നല്ല ഭർത്താക്കന്മാരാകും? ഈ തിരക്കും ബഹളമൊക്കെ ഉണ്ടാകുമ്പോ ഒന്ന് കൂടി കൊടുത്തു നോക്കിയാൽ എന്ത് സന്തോഷം ഉണ്ടാവും. കുടുംബജീവിതം അങ്ങനല്ല ആസ്വദിക്കണ്ട, അനുഭവിക്കണ്ടേ. ഇതിന് നമ്മൾ സഹകരിച്ചു കൊടുക്കുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നത്. അങ്ങനെ ഭാര്യയും ഭർത്താവും മറ്റുള്ളവരെ അന്യോന്യം പരിഗണിക്കുക എന്ന ചിന്തയിലൂടെ പ്രവർത്തിച്ചാൽ കുടുംബത്തിന്റെ അടിത്തട്ട് നേരെയായി. അടിത്തട്ട് നേരെയായാൽ ബാക്കിയൊക്കെ റെഡിയായി. ഇതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞു, നിങ്ങൾ ഇണകളെ തേടുന്ന സമയത്ത് നന്നായി സ്നേഹിക്കുന്നവളെ നോക്കിക്കെട്ടണം, നന്നായി സ്നേഹിക്കുന്ന ഭർത്താവിനെ വിവാഹം ചെയ്യണം. അതെങ്ങനെയാണ് കണ്ടെത്തുക? ഒരു പ്രശ്നാണ്. ഒരു 2 കൊല്ലം പ്രേമിച്ചു നോക്കുക, അങ്ങനെയല്ല. സ്നേഹിക്കുന്ന ഇണയും തുണനെ എങ്ങനെ നോക്കേണ്ടതെന്നാ അത് നോക്കേണ്ടത്. ഇവരെ മാതാപിതാക്കളെ ജീവിതം പരിശോധിക്കുക. ഉമ്മയും ബാപ്പയും നന്നായി സ്നേഹത്തോടെ കഴിയുന്ന കുടുംബാണോ എന്നാ സംശയിക്കണ്ട, അതിനേക്കാളും മെച്ചമായിരിക്കും. അത് കണ്ടു വളരുന്ന ആ കുടുംബത്തിലെ കുട്ടികൾ, അവര് എന്നും ഒലക്കെടുത്തും ഒരലെടുത്തും ഏറ്റുമുട്ടുന്നവരാണോ? വാളെടുക്കും അവിടുത്തെ മക്കൾ. ഇതുണ്ടായ അപ്പൊ നല്ല രക്ഷിതാക്കളായി ഉമ്മയും ബാപ്പയും ഭാര്യയും ഭർത്താവുമായി മാതൃകാ ജീവിതം നയിച്ചാൽ നല്ല കുടുംബത്തിന്റെ അടിത്തറ രൂപപ്പെടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കുടുംബം വിപുലപ്പെടുന്നതോടെ നമ്മളെ ബാധ്യത കൂടുന്നു. ഭർത്താവിന്റെ വീട്ടിലാണ് സാധാരണഗതിയിൽ ഭാര്യമാര് താമസിക്കുന്നത്. അങ്ങനെ താമസിക്കുമ്പോൾ കുടുംബത്തിൽ സന്തോഷകരമായ മുന്നേറ്റമുണ്ടാകണമെങ്കിൽ ശ്രദ്ധിച്ചു പെരുമാറണം. പലരും ആ ആവേശത്തോടെ ഭർത്തൃ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഏതാനും മാസങ്ങൾ കൊണ്ട് എല്ലാ സന്തോഷവും നഷ്ടപ്പെട്ട് കണ്ണീരും കയ്യുമായി കഴിയുന്ന പലരുമുണ്ട്. അങ്ങനെയുള്ള ദുരന്തം പലപ്പോഴും വരുന്നത് ഇസ്ലാമിന്റെ പെരുമാറ്റ ശാസ്ത്രം എന്നൊരു ഭാഗം നമ്മൾ പഠിക്കാതെ പോയതാണ്. ദീനുൽ ഇസ്ലാമിനെ അള്ളാഹു 3 പാർട്ടുകളായാണ് സംവിധാനിച്ചത്. ഒന്നാമത്തത് ഉസൂലുദ്ദീൻ, നമ്മളെ അടിസ്ഥാന വിശ്വാസ സിദ്ധാന്തങ്ങളാണ്. രണ്ടാമത്തത് ഫുറൂഉദ്ദീൻ, ആരാധനപരമായ അനുഷ്ഠാന മുറകളാണ്.
മൂന്നാമത്തത് അഖ്ലാഖുദ്ദീൻ, അത് പെരുമാറ്റ ശാസ്ത്രമാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഏറ്റവും കൂടുതലുള്ളത്. അത് നമ്മൾ വിശാലമായി പഠിക്കുകയും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇസ്ലാം എന്ന മതം നമ്മുടെ ജീവിതവുമായി സ്പർശിച്ച് മുന്നോട്ടു പോകുക. ഭർതൃഗൃഹത്തിൽ താമസിക്കുന്ന മരുമക്കളായി വരുന്ന പെൺകുട്ടികളെ, നിങ്ങൾക്ക് സന്തോഷകരമായ ജീവിതം വേണോ? ചെറിയ ചെറിയ ബുദ്ധിപരമായ നീക്കങ്ങൾ നടത്തിയാൽ മതി. ഭർത്താവിന്റെ വീട്ടിലേക്ക് വരുമ്പോ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ആ വീട്ടിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ ഈ വരുന്ന പെൺകുട്ടിക്ക് കഴിയുന്ന, ഭർത്താവിന് മാത്രല്ല, ഭർത്താവിന്റെ മാതാപിതാക്കളിൽ മാത്രല്ല, ജ്യേഷ്ഠാഞ്ജന്മാര് സഹോദരിമാരെ അടക്കം മാറ്റിത്തിരുത്താൻ ഈ വരുന്ന ഒരു പെൺകുട്ടിക്ക് കഴിയുന്ന, അതിനോട് വടിയെടുക്കുകയും അതിനനുസരിച്ചുള്ള ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കണ്ട, ഒന്ന് ശ്രദ്ധിച്ചു നീങ്ങിയാൽ മതി. ഭർത്താവിന്റെ വീട്ടിലെത്തിയ ഒരു പെൺകുട്ടി നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം ഉണ്ടാവണം. സുബഹിയായി കളാനായിട്ടും ഉണരാത്ത അവസ്ഥ ഉണ്ടാകരുത്. അത് കല്യാണം കഴിച്ചുകൊണ്ടാണ് അന്ന് മുതൽ ശ്രദ്ധിക്കണം. അന്ന് തന്നെ കണക്കൂട്ടരുത്, ഞാൻ ഇപ്പൊ ഇന്നലൊക്കെ ഉറക്കമൊഞ്ഞ് ക്ഷീണിച്ചിരിക്കും എന്ന് ബൽക്കൊക്കെ അറിയില്ലേ എന്ന് വിചാരിച്ച് കടന്നുറങ്ങിയ അന്ന് തന്നെ മാർക്ക് കൊടുക്കും. സുബഹി കഴിക്കാത്ത യാതിയാൻ തോന്നുന്നുണ്ട്, നീച്ച് കണ്ടിട്ടില്ല എന്ന് പറയും. അന്നൊക്കെ എന്തായാലും മാറ്റി വെച്ചിട്ട് മൊബൈലിനോട് പറഞ്ഞാൽ ഇന്നൊന്ന് വിളിക്കണം കേട്ടോ എന്ന് ലേശം ദൂരത്ത് വെക്കുക. അങ്ങനെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. ബക്കറ്റ് കണ്ടാൽ എല്ലാവർക്കും അറിയാം, നല്ല സംഖ്യ ഇട്ട് കൊടുക്കും. നേരത്തെ എഴുന്നേറ്റ് നിസ്കരിക്കുക. ഇതിനു വേണ്ടി എഴുന്നേൽക്കലും നിസ്കരിക്കലും അപ്പുറത്താ ലേറ്റിടലും കണ്ടാൽ തന്നെ അമ്മായിമ്മക്ക് അവിടെ കടക്കാൻ പറ്റൂല. മരോള് നീച്ച് നിൽക്കേച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കടന്നുറങ്ങാൻ പറ്റും. അമ്മോശനോട് പറയാം, നീച്ചോടെ ഓളതാ പോയി നിൽക്കേച്ച. അത് കണ്ട് നാത്തുമാരുറങ്ങോ? ഇല്ല, ഓലും എല്ലാരും. ഓളിപ്പോ വന്ന പിറ്റേന്ന് ഇവിടെ ആരും സുബഹിക്കരിക്കല്ല എന്ന് അവിടെ പോയി പറഞ്ഞ മോശമല്ല, നീച്ചുടിയ. അങ്ങനെ ഒരാഴ്ച കൊണ്ട് തന്നെ ഇവരൊക്കെ സുബഹിസ്കാരം പരിശീലിക്കും. ഇവള് നേരത്തെ കഴിച്ചാൽ മതി. സാധാരണ ഒരു വീട്ടില് ചായ ആവണമെങ്കിൽ നാസ്ത കഴിഞ്ഞ് പാത്രം അടക്കം മോരെക്കണമെങ്കിൽ 9 മണിയൊക്കെ ആകുക. അതെന്തുകൊണ്ടാ? നീക്കാൻ വൈകിട്ടാണ്. 7 മണിക്കാണ് ആകെ കണ്ണിരുമ്പി വരിക. അപ്പോഴേക്ക് പിന്നെ അതിങ്ങനെ വൈകി പോവാ. ഈ പെൺകുട്ടി നേരത്തെ എഴുന്നേറ്റു, നേരത്തെ നിസ്കരിച്ചു. ജോലി തുടങ്ങിയപ്പോഴതാ 7 മണിയായപ്പോഴേക്ക് രാവിലത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇതാട് കഴിഞ്ഞ് ഉമ്മ അതാ കോലായിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത വീട്ടിലെ പെണ്ണുങ്ങൾ വരുന്നത്. എന്തെന്ന് പണിയൊന്നുമില്ലേ? അത് പറയണ്ട, നമ്മളെ നബിസൂട്ടി വന്നതിന്റെ ശേഷം ഇപ്പൊ 7 മണി നമ്മൾക്ക് എല്ലാ ചിറ്റലും കഴിയും. ഇനി ഒരു പണിയും ബാക്കി ഉണ്ടാവില്ല. ഓട് വന്നാൽ നമ്മളെ പുരയിലുണ്ടായൊരു മാറ്റം. അല്ലെങ്കിൽ 9 മണിയാവണം ഇവിടെ ചായ പിടിച്ച് തീരണമെങ്കിൽ. ഇത് വീട്ടിലുണ്ടായ മാറ്റമാണ്. മറ്റൊരിക്കൽ ഉമ്മ പറയുന്നത് എന്താ കണ്ടില്ലേ നിങ്ങൾ? പണ്ടൊക്കെ നമ്മളെ മുറ്റത്ത് വല്ലാതെ ചണ്ടി നിറഞ്ഞ് പാമ്പും കീരിയൊക്കെ നടക്കുന്ന സ്ഥലേന്. ഇപ്പൊ എന്റെ മരോളൊന്നെന്റെ ഷാടൊക്കെ ചെത്തി കോരി നന്നാക്കി ഇപ്പൊ നല്ല പൂക്കൾ വെച്ചിതാ ഉഷാറാക്കിയിരിക്കുന്നു. 6 മാസം കൊണ്ട് ആ കുടുംബത്തിന്റെ സംസ്കാരം മാറുന്നു, സ്വഭാവം മാറുന്നു, ഭർത്താവിന്റെ വീടിവലി നിൽക്കുന്നു. എല്ലാം നിർത്താൻ പറ്റും. ആദ്യത്തെ 6 മാസം ഒരു പെൺകുട്ടി വിചാരിക്കുന്നത് പോലെ ഭർത്തൃ വീടിനെ നിയന്ത്രിക്കാനും നന്മയുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാനും തന്റെ ജീവിതം കൊണ്ട് മാത്രം സാധിക്കും. അവിടെ പ്രസംഗം വേണ്ട, ഉപദേശം വേണ്ട, അതൊക്കെ വിപരീത ഫലമുണ്ടാക്കും. ഒന്ന് രാവിലെ തന്നെ സുബിയായിട്ടുണ്ടെന്താ എല്ലാരും കടന്നുറങ്ങാ, എന്നിട്ട് നിസ്കരിച്ചാട്ടെ എന്ന് പറഞ്ഞാലോ മോള് വണ്ടി എടുത്തോ എന്ന് പറയും. ഒന്നും മിണ്ടരുത്. ഈ പറഞ്ഞ മാതിരി ചെയ്താൽ മതി. ചെയ്യുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് ആ കുടുംബത്തിൽ മാറ്റം വരും. ഇനി ഭർത്താവിന്റെ ഉമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അവിടെ. ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ട ആളാണ്. ഉമ്മമാരെ മനസ്സറിയാത്ത പലരും ഉമ്മാക്ക് അമ്മായിമ്മ എന്നുള്ള പദവി കിട്ടിയാൽ അതെന്തോ ഒരു പെൺസിംഹമാണ് എന്നൊരു തോന്നലാണ്. നേരെ വിപരീതമാണ് യഥാർത്ഥത്തിൽ സത്യം. സ്നേഹത്തിന്റെ നിറകുടമാണ് മാതാവ്. അത് ഏത് പദവിയിലെത്തിയാലും അനാവശ്യമായ ഒരു പേടി അമ്മായിമ്മ എന്ന പദവിയിലെത്തിയ ഉമ്മമാരെ സംബന്ധിച്ച് വെറുതെ വെച്ചു പുലർത്തുകയാണ്. നിങ്ങൾക്കറിയോ, നിങ്ങളെ ഭർത്താവിനെ കൊണ്ട് നിങ്ങളെ കെട്ടിക്കാൻ നിരാഹാരം കടന്ന ആളാണ് ഈ ഉമ്മ. ഉമ്മ എത്ര പറഞ്ഞിട്ടാ ബാപ്പ കെട്ടിച്ചു കൊടുത്തറിയോ? ഉമ്മാന്റെ സമരത്തിന്റെ ഒടുവിലാണ് അത് കിട്ടിയത്. അപ്പൊ ഈ ഉമ്മന്റെ മനസ്സെന്തല്ല,
എന്റെ മോനും മരുവോളൊന്നും കണ്ണീര് കുടിക്കണമെന്ന് ഒരു ഉമ്മ ആഗ്രഹിക്കൂല. കൊറേ പറഞ്ഞപ്പോ വാപ്പ ചോദിച്ചു, ഇജ്ജി ഇങ്ങനെ പെണ്ണിട്ടിക്കണം വേണ്ടിക്കണാണ്ട് ഓളജി നോക്കുവോ കൊണ്ടുവന്നാല് മോനെന്തേലും ഒരു പണി വേണ്ടെന്നൊക്കെ ചോദിച്ചാണ്. അപ്പൊ ഉമ്മ പറഞ്ഞെന്താ, പെണ്ണിട്ടിയാൻ ഒരു പണിയായില്ലേ, നിങ്ങള് കെട്ടിച്ചോടിക്ക്, ബാക്കിയില്ല നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവനോട് പെണ്ണിട്ടിച്ചത്. ആ ഉമ്മ ഇവനും ഭാര്യയും കഷ്ടപ്പെടാൻ ആഗ്രഹിക്കുവോ? ഒരിക്കലും ആഗ്രഹിക്കില്ല. നമ്മൾ വെറുതെ ഉണ്ടാക്കിയൊരു സങ്കല്പ. അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഗതിയാണ്. എന്നിട്ട് ഭർത്താവിനെ കുറിച്ച് വലിയ അന്വേഷണമൊന്നുമില്ല. അതാ രസം. ഭർത്താവിനെ കുറിച്ച് എന്താ അന്വേഷണം? നിങ്ങള് പിന്നെ പകല് കുടിക്കൂലല്ലോ, രാത്രി പ്രശ്നമല്ല, ഇത്ര അന്വേഷണം. എന്നാ അമ്മായിമനെ പറ്റിയോ മോ എങ്ങനെയാണാ തള്ള? അതിന് പിന്നെ ബ്രോക്കറാ മറുപടി അറിയാം. ബ്രോക്കർ നല്ല മറുപടി കൊടുക്കും. അങ്ങനത്തെ ഒരു പെണ്ണിന് നിങ്ങൾക്ക് ആ പഞ്ചായത്ത് തെരഞ്ഞെടുക്കില്ല. തൊള്ളേ കൈയിട്ടാ കടിക്കൂല. എന്നിട്ടോ മെല്ലെ പറയും, ഒറ്റ പല്ലൂല്ല, ബാക്കി നാവുകൊണ്ടാണ്. ഇതൊക്കെയാണ് ഓന്റെ സംസാരം. അപ്പൊ ഇങ്ങനെ ആവശ്യമില്ലാത്ത ചോദ്യവും അന്വേഷണവും ഒക്കെ ആയിട്ട് പേടിച്ചിരിക്കുകയാണ്. ഈ ഉമ്മ ഒരിക്കലും അങ്ങനത്തെ ഉമ്മല്ല. ഉമ്മമാരൊക്കെയും മക്കളെ സ്നേഹിക്കുന്നവരാണ്. മക്കൾക്ക് നല്ല കുടുംബജീവിതം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഏതെങ്കിലും ഉമ്മ ഇതിന് വിരുദ്ധമായി എപ്പോഴെങ്കിലും പ്രവർത്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ അറിയുക, അതിന്റെ പിന്നിൽ ഒരു മനഃശാസ്ത്രപരമായ കാരണമുണ്ട്. ഈ മകനെ ഗർഭം ചുമന്നത് ഈ ഉമ്മയാണ്, പെറ്റുപോറ്റി വളർത്തിയത് ഈ ഉമ്മയാണ്. ആ ഉമ്മാക്ക് മകനിൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങളുണ്ട്, സംരക്ഷണമുണ്ട്. ഇത് ഒരു മകനിൽ നിന്ന് ഉമ്മാക്ക് കിട്ടാതെയാകുമ്പോൾ സ്വാഭാവികമായും ആ ഉമ്മന്റെ ചിന്ത പോകും, എന്റെ മകൻ എന്നെ നോക്കുന്നതിൽ നിന്ന് അവനെ തടയുന്നതാരാണ്? ആദ്യത്തെ മറുപടി അത് ഓളാണ് അല്ലെ? അങ്ങനെ വരിക. അത് മരുവോള് തന്നെ. എന്റെ മോൻ മോശപ്പെട്ടവൻ. അങ്ങനെയാണ് എല്ലാരെയും മനസ്സിലുണ്ടായാലും. സ്വന്തം മക്കൾ ആരാവൂല മോശക്കാരനാവൂല, ആരാന്റെ മക്കളെ മോശക്കാരനാവുള്ളൂ. അപ്പൊ മകൻ ഉമ്മാക്ക് കൊടുക്കേണ്ട പരിഗണനയും നോട്ടവും നോക്കുന്നില്ലെങ്കിൽ ഉമ്മക്ക് തോന്നും അതൊക്കെ ഓളെ പണി, എന്റെ മോൻ നല്ലോനാ, ഓള് പറഞ്ഞിട്ട് ഇങ്ങനെ ഓനെ തിരിപ്പിച്ചാണ്. അങ്ങനെ ചിന്ത വരുമ്പോ ഉമ്മക്ക് സ്വാഭാവികമായിട്ട് ആരോട് വെറുപ്പുണ്ടാവും? മരുവോളോടുണ്ടാവും. പിന്നെ മരുവോളോടുള്ള അമ്മായിമ്മ പീഡനത്തിന്റെ 1-ാം മുറി 2-ാം മുറിയൊക്കെ എടുക്കും. 1-ാം മുറ എന്ന് പറഞ്ഞാൽ തൽക്കാണിന്റെ ഉറ മുതൽക്ക് ബ്ലാങ്കറ്റ് വരെ എടുത്തിട്ട് അലക്കാൻ പറയല. 2-ാമത്തത് അടിച്ചു വാരുമ്പോഴും തുടക്കുമ്പോഴും ഒക്കെ വന്നിട്ട്, എന്താ എന്റെ തണലതൊന്നും എന്നെ പഠിപ്പിച്ചിട്ടില്ലേ, മര്യാദക്ക് തുടക്കുക. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ചെറിയ ചെറിയ ഇങ്ങനെ കണ്ടതിനും കേട്ടതിനും ഇഷ്ടമില്ലാത്ത കുട്ടി തൊട്ടൊക്കെ കുറ്റം എന്നാണല്ലോ, പിന്നെ എല്ലാം കുറ്റായി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ, ഉമ്മക്ക് മകനിൽ നിന്ന് കിട്ടേണ്ട അവകാശം, പരിഗണന, ഇത് തടയപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്ന സാഹചര്യം ഒഴിവാക്കുക. അത് ആൺകുട്ടികൾ ആദ്യം ശ്രദ്ധിക്കണം. അവിവാഹിതരായ കാലത്ത് നിങ്ങൾ ഉമ്മാനെ നോക്കിയില്ലെങ്കിലും ബാപ്പാനെ നോക്കിയില്ലെങ്കിലും അവർക്ക് പരാതി ഉണ്ടാവൂല. നന്നാവുമല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ കാത്തുന്നതാ. പെണ്ണ് കെട്ടിയിട്ട് നോക്കണില്ലെങ്കിലോ ഓല് തീരുമാനിക്കും ഇഞ്ഞോ നന്നാവൂല. ഓൻപോ ഓളും കൂടി വന്നതിന്റെ ശേഷം അങ്ങനെയാണ്. അപ്പൊ അവരെ മനസ്സിൽ ഉരുണ്ടുകൂടുന്ന വെറുപ്പ്, വിഷമം, അതാണ് ചില പൊട്ടിത്തെറിയിൽ കലാശിക്കുന്നത്. അങ്ങനെ ബോധമില്ലാത്ത ഭർത്താവിനെയാണ് ഒരു പെൺകുട്ടിക്ക് കിട്ടിയതെങ്കിൽ ആ പെൺകുട്ടി ഉണർന്ന് പ്രവർത്തിക്കണം. ഭർത്താവിനോട് പറയണം, ഉമ്മാക്ക് അർഹിക്കുന്ന പരിഗണന കൊടുക്കണം, ബാപ്പാനെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിന്റെ ഭാഗമായി എന്ത് വേണ്ടിവരും? ഉമ്മാക്ക് സുഖമില്ലാതായി. നാം മരുവോൾ എന്ത് ചെയ്യണം? ഉമ്മാനെ കേൾക്കെ തന്റെ ഭർത്താവാകുന്ന ഉമ്മാന്റെ മകനോട് പറയണം, നിങ്ങൾ കേട്ടില്ലേ ഇന്നലെ രാത്രി ഒരു മിനിറ്റും ഉറങ്ങിയിട്ടില്ല, കുരച്ചിങ്ങനെ കിടക്കുക, അതുകൊണ്ട് ഒട്ടും വൈകാൻ പാടില്ല, നമ്മളെന്തായാലും കൊണ്ടുപോകുന്നു, ഉമ്മാനെ കൊണ്ടുപോവാ. ഇതാട് പറഞ്ഞാൽ ആ മരുവോളോട് എന്തൊരു സ്നേഹിക്കുക ഉമ്മാക്ക്. അതിന് ചില മരുക്കൾക്ക് തോന്നണ്ടേ അത് കുരച്ച് ചാട്ടാന്നിയായിരിക്കും. അങ്ങനെ വിചാരിക്കരുത്. ഉമ്മാക്ക് സുഖമില്ലെങ്കിൽ ഉമ്മാനെ നോക്കണ്ട ആരാ? ഇവരല്ലേ. അപ്പൊ മകനോട് പറയണം, ദാ നമുക്ക് ഇങ്ങനെ അസുഖമുണ്ട്, നമ്മൾ പെട്ടെന്ന് കൊണ്ടുപോകണം. ഭാര്യനെയും കൂട്ടിയിട്ട് എടുക്കൊരു സിയാറത്തിന് പോകുന്നുണ്ട് ഭർത്താവ്. അപ്പം പറയും, നമ്മൾ ഉമ്മാനൊന്ന് കൊണ്ടുപോയി, നമ്മള് നല്ലൊരു സ്ഥലത്തേക്ക് പോവല്ലേ. ആ ഉമ്മാനെ കൂട്ട. ആ ഉമ്മാക്ക് മരുവളോട് സ്നേഹം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഇങ്ങനെ ഉമ്മാന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഉമ്മ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ ഒന്ന് അഭിനന്ദിക്കുക. ചിലപ്പോണ്ട് ഉമ്മാക്കൊരു മീൻകറി ഉണ്ടാക്കുക. അപ്പൊ ഒന്ന് പറയും, മങ്ങളാ കേടുന്ന ഈ കൈപുണ്യം കിട്ടിയത്.
നിങ്ങൾ വെറും മുളക് മാത്രം ഇട്ട് കറി വെച്ചാലും വല്ലാത്തൊരു രുചിയാണല്ലോ. അത് രുചി അറിയാം, ഞങ്ങൾ ഉപ്പമാരും ഉമ്മമാരെ പാരമ്പര്യമായിട്ട് കിട്ടിയ കൈപ്പുണ്യാണ് എന്ന് പറഞ്ഞോട്ടമ്മ. അതിനൊരു അംഗീകാരം കൊടുക്കുക. ഇതൊക്കെ അമ്മായിമ്മമാർക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുക. മുമ്പൊരിക്കൽ അമ്മായിമ്മ മരോളും തമ്മിൽ തെറ്റി അവസാനം നന്നാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സൽക്കാരം വെച്ചു. മരോളാടെ സൽക്കാരത്തിന് പോയി തിരിച്ചു വന്നു. അമ്മായിമ്മ ചോദിച്ചു മരോളോട്, എന്താ പിന്നെ അന്റെ പുരക്കാരും നാട്ടുകാരൊക്കെ ഞങ്ങളെ കണ്ടിട്ട് പറഞ്ഞതെന്ന് വെച്ചു. അതെല്ലാരും ചോദിക്കും, നിങ്ങളെ കണ്ടിട്ട് നാത്തൂനാണോ അതെന്തെന്ന് വെച്ചു. നിങ്ങളെ കണ്ടാ തീരെ വയസ്സ് തോന്നിക്കൂലല്ലോ. നല്ല മരോളായില്ലേ പിന്നെ. അപ്പൊ അമ്മായിമ്മക്ക് സന്തോഷം ഉണ്ടാക്കേണ്ട വർത്താനൊക്കെ പറഞ്ഞു. അവരെ ഒന്ന് പരിഗണിച്ച് ശ്രദ്ധിച്ചാൽ ഒരമ്മായിമ്മ ഒരു സ്ഥലത്തും ഒരു കുഴപ്പമുണ്ടാകില്ല. അവര് ഈ മക്കൾക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടി ജീവിക്കുന്നവരാണ്. അതേ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, സ്വന്തം ഉമ്മയേക്കാൾ നമ്മൾ സംരക്ഷിക്കേണ്ടവരാണ് ഈ ഉമ്മമാരെ. അവിടെ നമ്മൾ രണ്ട് ഭാഷ ഉപയോഗിക്കരുത്. പൊരയിലെത്തുമ്പോ ഉമ്മ എന്ന് വിളിക്ക, അവനാന്റെ പൊരയിലെത്തിയാ തള്ളാന്ന് വിളിക്ക. ഇത് കുരുത്തക്കേടാണ്. ഒരിക്കലും ഉമ്മമാരെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ പറയരുത്. ഭർത്താവിന്റെ ഉമ്മാനെ നോക്കാൻ ഇനി വേറെ ഒരു പെൺകുട്ടി അവിടെ ഇല്ല. ആ വീട്ടിലുള്ള പെൺകുട്ടികളൊക്കെ വേറെ ഉമ്മമാരെ നോക്കാൻ പറഞ്ഞയച്ചിട്ടുണ്ട്. ഈ ബോധം മരുമക്കൾക്കുണ്ടായിരിക്കണം. ഇനി ഞാനേ ഉമ്മാന്റെ കൂടെ നോക്കാൻ ഉമ്മാക്കുള്ളൂ. അപ്പൊ ഭാരമുള്ള പണിയൊക്കെ എടുക്കാൻ പോകുമ്പോ ഉമ്മയെ നിങ്ങളെ ഊരഞ്ഞിട്ടും ആ ബക്കറ്റും വെള്ളം നിങ്ങൾ പൊന്തിക്കല്ലേ എന്ന് മരോള് പറഞ്ഞാൽ ഈ മരോളല്ലേ ഉമ്മാന്റെ ഏറ്റവും നല്ല മരോള്. അങ്ങനെ സ്നേഹം പിടിച്ചു പറ്റാൻ പരസ്പരം പരിഗണന കൊടുത്ത് പെരുമാറുക, അത് തന്നെയാണ് എല്ലാ സ്ഥലത്തും വേണ്ടത്. ഇതുപോലെ തന്നെയാണ് അമ്മായിമ്മമാര് മരുമക്കളുടെ മനസ്സ് മനസ്സിലാക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മളെ വീട്ടിലേക്ക് വരുന്ന ഒരു പെൺകുട്ടിയുടെ മനോനില. അവര് ജനിച്ചത് ഈ നാട്ടിലായിരിക്കില്ല, അവരെ കൂടെ പിറപ്പുകളൊന്നും ഇവിടെ ഇല്ല. ഉമ്മായെ വിട്ട് വാപ്പായെ വിട്ട് ജ്യേഷ്ഠാനുജന്മാരെ സഹോദരിമാരെ വിട്ട് ജനിച്ച നാടും വീടും പഠിച്ച സ്കൂളും മദ്രസയും കളിച്ചു നടന്ന പുളിഞ്ചോടും മാവിൻ ചുവടും ഒക്കെ വിട്ടെറിഞ്ഞുകൊണ്ടതാ നമ്മളെ ഈ ഗ്രാമത്തിലെ ഒരു കൊച്ചു കൂരയിലേക്ക് ഒരു പെൺകുട്ടി വരുന്നത് എന്തിനാണെന്നറിയോ? ലിതസ്കുനൂ ഇലൈഹാ, ആ വീട്ടിൽ സമാധാനം തേടി വന്നതാണ്. ഇവിടെ ചൊടലക്കളം അനങ്ങിയാല് വിചാരണ, ചീത്ത വിളിക്കൽ, പല നിലക്കും കുടുംബത്തെ വഴക്കുക. ഇതൊന്നും ഒരു നല്ല പൊരയുന്നുണ്ടാൻ പാടില്ല. ഈ പെൺകുട്ടികളുടെ മാനസികാവസ്ഥകൾ ആലോചിച്ച് നമ്മളൊരു പൊര എല്ലാം കുടുംബത്തൊക്കെ വിട്ട് വേറൊരു ആരാന്റെ പൊരയിൽ പോയി നിൽക്കുകയാണ്, എന്തായിരിക്കും നമ്മളെ മനോവേദന? അങ്ങനെ വേദനിച്ച ഒരു മനസ്സിനെ വീണ്ടും കുത്തി വേദനിപ്പിക്കുന്നതിന് പകരം സ്വന്തം മക്കൾക്ക് കൊടുക്കുന്നതിനേക്കാൾ സ്നേഹം വാരിക്കോരി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ മരുമക്കൾക്ക് നമ്മൾ ചെയ്യേണ്ടത്. അവര് ചെയ്യുന്ന സേവനം എത്രയെന്നറിയുന്നത്? അതിനൊക്കെ നമ്മൾ ശമ്പളം കണക്കാക്കുകയാണെങ്കിൽ നമ്മളെ ശമ്പളം മതിയാവില്ല. അത്ര ജോലി ചെയ്യുന്നുണ്ട്. അതൊന്നും അവരെ ബാധ്യതയായിട്ടല്ല. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, പരസ്പരങ്ങൾ ശറഅ് പറഞ്ഞതുപോലെ സഹകരിച്ച് ജീവിക്കുക. ആ ഒരു നിർദ്ദേശം മാനിച്ച് നമ്മളെ പൊരയിൽ വന്നിട്ട് ഈ ഭർത്താവിന്റെ തുണിയുപ്പായി മാത്രല്ല, ഉമ്മന്റെയും ബാപ്പന്റെയും തുണിയുപ്പായി മാത്രല്ല, പലരും അവിടുത്തെ മറ്റ് മെമ്പർമാരെ ഡ്രസ്സ് വരെ അലക്കി വൃത്തിയാക്കി കൊടുക്കുകയാണ്, ആഹാരം ഉണ്ടാക്കി കൊടുക്കുകയാണ്, വീടും പരിസരവും വൃത്തിയാക്കുകയാണ്. ഈ കഠിനമായ ജോലികളൊക്കെ ചെയ്തിട്ട് ശമ്പളം ഏതായാലും നമ്മൾ കൊടുക്കുന്നില്ല, ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞൂടെ? നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അയൽവാസികളും മറ്റും വീട്ടിൽ വരുമ്പോൾ, അല്ലെങ്കിൽ കെട്ടിച്ചുപോയ പെൺമക്കൾ വീട്ടിലേക്ക് വരുമ്പോ അവരെ കേൾക്ക, ഉമ്മ പറയട്ടെ, നമ്മളെ മരുവോള് വന്നതിന് ശേഷം ഇവിടെ വല്ലാത്ത മാറ്റമാണ്. പണ്ട് നിങ്ങളൊക്കെ ഇവിടെ വാണ ഒരു കാലം ഉണ്ടായിരുന്നല്ലേ, ഈ പൊര ഭരിച്ച കാലം. നിങ്ങളെ കെട്ടിക്കണതിന് മുമ്പ് അന്നൊക്കെ രാവിലെ നാസ്തയക്കണേ 10 മണി വരെ കാത്തു നിൽക്കണ്ടേ. ഇപ്പൊ 7 മണിന്റെ മുമ്പ് എല്ലാ പരിപാടികളും കഴിക്കുക. മുമ്പത്തെ മുറ്റാണോ നോക്കിയോ നിങ്ങൾ ശരിക്ക് കണ്ണീച്ചു നോക്കി? നിങ്ങള് പണ്ടൊക്കെ ഇവിടെ കാടുകൂടി കിടക്കല്ലേനോ? ഇവള് വന്നതിന്റെ ശേഷ എന്തൊരു സന്തോഷ. ഇനി നിങ്ങൾ ഒന്നും കൊടുക്കണ്ട, വേറെ മുറ്റുണ്ടെങ്കിൽ അതും പൂന്തോട്ടാക്കി തരൂ ഇവള്. ഒരു നല്ല വാക്കവളോട് പറഞ്ഞാ മതി. ഇങ്ങനെ മരുമക്കളെ ഒരു പുറമക്കാരിയായി കാണാതെ സ്വന്തം വീട്ടുകാരെക്കാൾ ഈ പെൺകുട്ടിയുടെ മനസ്സ് വായിച്ചറിഞ്ഞ് നമ്മൾ അവർക്ക് സ്നേഹം കൊടുക്കണം. ഇതുപോലെ ഒരു കുടുംബ വീട്ടിൽ ഉപ്പയുണ്ടാവും.
ഭർത്താവിന്റെ ഉപ്പ അമ്മോശൻ എന്നാണ് പറയുന്നത്. ചില പെൺകുട്ടികൾ ഇത് ധാരണ ഉണ്ട്, ഈ അമ്മോശൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചീത്ത പറയലാണ്. അല്ല, നമ്മളെ വാപ്പാന്റെ സ്ഥാനത്താണ്. അതുകൊണ്ടല്ലേ മരുമോളെ അമ്മോശൻ തൊട്ടാൽ ഒളു മുറിയില്ലെന്നാണ് മതത്തിന്റെ നിയമം. ഇതിനർത്ഥം അങ്ങനെ തൊടാമെന്നും പിടിക്കാമെന്നൊന്നും അല്ല. ശറഅ് അങ്ങനെ വെച്ചത് പിതാവിന്റെ പദവിയാണ്. ആ പിതാവിന്റെ പദവിയിലുള്ള വാപ്പാക്ക് ഇവളെ ഗുണദോഷിക്കാനും നിർദ്ദേശങ്ങളൊക്കെ പറയാനും അവകാശമുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉപദേശങ്ങൾ പറഞ്ഞാൽ അതെന്നെ കണ്ടുകൂടാഞ്ഞിട്ടാണ്, എന്നെ ചീത്ത വിളിക്കുകയാണെന്ന് ഒരു മരുമകളും ചിന്തിച്ചു പോകരുത്. സ്വന്തം പിതാവിനെ പോലെ ഞാൻ നന്നാവാൻ എന്റെ വാപ്പ ഉപദേശിക്കുകയാണ്. ഈ ഒരു കാഴ്ചപ്പാടുണ്ടാവണം. അവർ രണ്ടാൾക്കും അർഹിക്കുന്ന പരിഗണന കൊടുക്കണം. രാവിലെ എഴുന്നേറ്റ് കട്ടൻ ചായ ഉണ്ടാക്കിയാൽ ആദ്യം കൊണ്ടുകൊടുക്കേണ്ടത് ആർക്കാ? അമ്മോശനും അമ്മായിക്ക് ഓരോ ഗ്ലാസ്സാ, ഭർത്താവിന് പിന്നെ കൊടുത്താൽ മതി. ഇങ്ങനെ കുടിച്ചിട്ട് ഓലുണ്ടാളും പറയും, ഇതൊന്ന് ആലോചിച്ച് നോക്കി, അമ്മക്കുണ്ടല്ലോ 4 പെൺകുട്ടികൾ. ഈ കാലത്തിന്റെ ഇടയിൽ ഇത്ര നേരത്തെ ഇത്ര നല്ലൊരു കട്ടൻ ചായ പോലെ ആരെങ്കിലും അമ്മ കൊണ്ടുവന്നു ചോദിക്കാതെ തരലുണ്ടോ? അല്ല നബീസ് തരലുണ്ടോ? ഖദീസ തരലുണ്ടോ? ഫാത്തുമ തരലുണ്ടോ? ആര് ചോദിക്കും? ബാപ്പ ചോദിക്കുമ്പനോട് ഇവളാദ്യം ഇവർക്കാ കൊടുക്കും. ആ മരോളോട് ഉമ്മക്കും ബാപ്പക്കും സ്നേഹം ഉണ്ടാവും. ഇതുപോലെ വീട്ടിൽ നിന്ന് മരോള് പോണ സമയത്ത് ആരെ സമ്മതം വാങ്ങണം? ഭർത്താവിന്റെ എന്തായാലും വാങ്ങണം. പക്ഷേ അത് വാങ്ങിയിട്ട് ആ വിവരം ഉമ്മനോടും ബാപ്പനോടും പറഞ്ഞ് ഇറങ്ങിപ്പോവാൻ പാടില്ല. ആ വിവരം തന്നെ അവരോട് പറയണ്ട. ഉമ്മാനോടും ബാപ്പനോടും സമ്മതം വാങ്ങാതെ കുടുംബ വീട്ടിൽ നിന്ന് മരുമോള് പോകരുത്. ഉമ്മാന്റെ അടുത്ത് നിന്ന് ചോദിക്കണം, ഉമ്മ ഞാനൊന്ന് പുരക്ക് പോട്ടെ. അത് ഓനോട് ചോദിച്ചോ? നിങ്ങളെ സമ്മതം ഉണ്ടേ പോകാനാ പറഞ്ഞതെന്നേ പറയോ. ചിലപ്പം ഭർത്താവ് ഞാൻ ചോദിക്കണ്ട, ചോദിക്കോന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്നാലും എന്തേ മരോള് ബുദ്ധിയുള്ളവളാണെങ്കിൽ പറയേണ്ടത് നിങ്ങളെ സമ്മതം ഉണ്ടേ പോകാനാ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ മകനോട് ഉമ്മക്ക് സ്നേഹം കൂടുക ചെയ്യാ. അതിന്റെ ഗുണാർക്കാ? ഈ കുട്ടി കൂടിയല്ലേ കിട്ടുക. ഉമ്മയും മോനും തമ്മിൽ തെറ്റിയാലോ അതിന്റെ എല്ലാ നാശവും ഈ പെൺകുട്ടിക്ക് ഉണ്ടാവുക. അതുകൊണ്ട് ഉമ്മാന്റെ സമ്മതം വാങ്ങുക. ഇങ്ങനെയാണ് പോകേണ്ടത്. വാപ്പുണ്ടെങ്കിൽ വാപ്പാന്റെ സമ്മതവും വാങ്ങുക. അല്ലാതെ എന്നോട് പിന്നെ ഭർത്താവ് കാക്ക പോകാൻ പറഞ്ഞു ഞാൻ പോവാണ് എന്ന് പറഞ്ഞ നവീൻ പോയപ്പോ എന്നോട് പറയണോന്ന് ഉമ്മ. അവിടെ തെറ്റുണ്ടാവുക. ഉമ്മാനെ പരിഗണിക്കാതെ വാപ്പാനെ പരിഗണിക്കാതെ വീട് വിട്ട് ഇറങ്ങിപ്പോകരുത്. ഭർത്താവിന്റെ സമ്മതം മാത്രം പോരാ, കുടുംബ വീട്ടിൽ നമ്മൾ താമസിക്കുമ്പോൾ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും മനസ്സറിഞ്ഞുകൊണ്ട് പെരുമാറാൻ ശീലിച്ചാൽ കുടുംബം എന്ന് പറഞ്ഞത് സ്വർഗമാണ്. പെരുമാറ്റ ശാസ്ത്രം പഠിക്കാത്തവർക്ക് കലഹമാണ്, ചുടലക്കളമാണ്. ഇനി അതാ നമ്മളെ ഭർത്താവിന്റെ വീട്ടിൽ ചിലപ്പോൾ നാത്തൂന്മാരുണ്ടാകും. കെട്ടിച്ച് മൊഴിയല്ലേ ഉണ്ടാവും, ചിലപ്പോ കെട്ടിക്കാൻ പ്രായമായതുണ്ടാവും, പ്രായമായിട്ടും പോകാത്തതിനൊക്കെ വരാം. ഇതിനൊന്നും ഒരു ശല്യമായി കാണാൻ പാടില്ല. അള്ളാഹുവിന്റെ ഖളാ ആണ്. അതേ സമയത്ത് അവർക്കൊക്കെ നല്ലൊരു കുടുംബജീവിതം കിട്ടാൻ ഉത്കടമായ ആഗ്രഹവും പ്രാർത്ഥനയും ഈ മരോള പക്ഷത്തുനിന്നുണ്ടാവും. ആ പ്രായം തികഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളെ മുമ്പിൽ വെച്ച് സ്വന്തം ഭർത്താവിനോട് കിന്നരിക്കുന്നതും കൊഞ്ചിക്കുഴയുന്നതും പരമാവധി ഒഴിവാക്കണം. കാരണം അവരെ മനസ്സിന് അതൊക്കെ അലറ്റലുണ്ടാകും, വേദന ഉണ്ടാകും. അവരെ മുമ്പിൽ വെച്ച് ആ ജാതി തമാശകൾക്കൊന്നും നിൽക്കരുത്. മാത്രല്ല അവർക്കൊരു വിവാഹ ബന്ധത്തെക്കുറിച്ച് ഇടക്കിടക്ക് ചർച്ച ചെയ്യുകയും അവിടെ ഒരാളുണ്ട് ഞങ്ങളെ കുടുംബത്തിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് അത് എന്റെ ശ്രദ്ധയിലുണ്ട് എന്നെങ്കിലും വരുത്തി തീർക്കുന്ന രീതിയിൽ അവരെ ആ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ പതിപ്പിക്കണം. ഭർത്താവ് ഉടയാടകൾ വാങ്ങിയാൽ വീട്ടിൽ തന്നെ താമസിക്കുന്ന പെങ്ങന്മാരുണ്ടെങ്കിൽ ഭർത്താവിനോട് പറയണം, അവർക്കുകൂടി വസ്ത്രമില്ലാതെ എനിക്ക് മാത്രം നിങ്ങൾ വാങ്ങണ്ട. എല്ലാവർക്കും കൂടെ വാങ്ങാനുള്ള പണമില്ലെങ്കിൽ ഇപ്പോൾ ഡ്രസ്സ് വേണ്ട. ഇങ്ങനെയല്ലാതെ ഈ പെൺകുട്ടികൾക്ക് വസ്ത്രം വാങ്ങാതെ, ഭർത്താവ് ചിലപ്പം വിവരം കുറഞ്ഞ ആളായിരിക്കാം, ഭാര്യന്റെതല്ലേ എന്റെ പ്രഥമ കടമായെന്ന് കരുതി അവൾക്ക് മാത്രം വസ്ത്രം വാങ്ങുമ്പോൾ സ്വാഭാവികമായും ഇവന്റെ പെങ്ങന്മാരെ മനസ്സ് വേദനിക്കും. ഞങ്ങളും ഇവനും ഒരു ചോരയാണ്, ഒരു പള്ളയിൽ വളർന്നവരാണ്, ഇവള് ഇന്നലെ വന്നവളാണ്, എല്ലാം അവന്റേത്, അവൾ ഊറ്റിയെടുക്കുകയാണ്, ഞങ്ങൾ ചോര ഒന്നാണ്, ഞങ്ങളെ അവകാശങ്ങളൊന്നും കിട്ടുന്നില്ല, ഇതിന് തടസ്സം നിൽക്കുന്നത് ഈ മരുമകളാണ് എന്ന് കരുതി നാത്തൂൻ പോര് പ്രത്യക്ഷപ്പെടും. അത് ഉണ്ടാവാതിരിക്കാൻ
അവർക്കും പരിഗണന കൊടുക്കാൻ വേണ്ടി ഭർത്താവിനെ ഉപദേശിക്കണം, ശ്രദ്ധിക്കണം. വിദേശത്ത് പോകുന്ന ഭർത്താക്കന്മാർ പലപ്പോഴും വീട്ടിലേക്ക് ഫോൺ ചെയ്യൽ ആർക്കാ? ഭാര്യക്കാണ്. ബുദ്ധി കുറഞ്ഞോലായിരിക്കും അധികം ആൾക്കാരും. എന്നിട്ട് ഓൾക്ക് വിളിച്ചിട്ട് ഇങ്ങനെ കിഞ്ചന വർത്തമാനം എത്ര മണിക്കൂർ അറിയോ? മറ്റേ ഫോണുണ്ടല്ലോ, നെറ്റ് ഫോണ്, അതിലൂടെ എത്രയും വിളിക്കാം. അങ്ങനെ കുടുകുടു കുടുകുടു എന്ന് പറഞ്ഞ ഉമ്മയും ബാക്കി ഒക്കെ കേൾക്കുന്നുണ്ട്. എന്നാല് ഇതാ അപ്പേ മോനാണ് എന്ന് പറഞ്ഞ ഈ ഫോൺ ബിള് കൊടുക്കുവോ? അതിനുള്ള മുഖമൊക്കൂല്ല, ഇവനുമില്ല. ഓന്റെ വിചാരം എന്താ? ഇവരൊക്കെ അറിയുന്നുണ്ടല്ലോ, ഓള് പറയുന്നുണ്ടല്ലോ, പിന്നെ ഇപ്പൊ ഇനി പോലെ ശല്യം ചെയ്യാൻ അമ്മാനോട് വാപ്പനോ എതിർപ്പുണ്ടായിട്ടൊന്നുമല്ല. അങ്ങനത്തെ ഒരു വീട്ടിൽ ചെന്നിട്ട് വാപ്പനോട് ചോദിക്കുക, എന്താണ് നിങ്ങളെ മുഹമ്മദിന്റെ വർത്താനം, അവനൊക്കെ സുഖം തന്നെയല്ലേ? അപ്പൊ ബാപ്പക്കുണ്ട് ഒരു നോട്ടം, ആ റൂമിൽ ഒരുത്തി കിടക്കണം, ഓളോട് ചോദിച്ചു നോക്കി. ഇന്നെപ്പോ വിളിച്ചിട്ട് 6 മാസം കഴിഞ്ഞു. ഇതാ മറുപടി. ആ വാപ്പന്റെ മനസ്സിന്റെ വേദന എത്രയാണ്. നമ്മൾ എത്ര മുതിർന്നാലും ഒരു വാപ്പക്ക് മകൻ മകൻ തന്നെയാണ്, ഉമ്മാന്റെ മോൻ മോൻ തന്നെയാണ്. ആ മകന്റെ ശബ്ദമൊന്ന് കേൾക്കാൻ ഓരോ ദിവസവും ഒരു ഉമ്മാന്റെ മനസ്സാഗ്രഹിക്കും, ഭാര്യക്ക് മാത്രമല്ല. അതുകൊണ്ട് ബുദ്ധിയുള്ള ഭാര്യമാരെ, നിങ്ങളെ ഭർത്താവ് ഗൾഫിൽ നിന്ന് ഫോൺ ചെയ്താൽ ആദ്യമായി ഓടുക നിങ്ങളുടെ ഭർത്താവ് ഉമ്മാന്റെ റൂമിലേക്ക്, പിന്നെ വാപ്പാന്റെ റൂമിലേക്ക്. മോന്റെ ഫോണുണ്ട്, ഓലുമായിട്ട് 2 മിനിറ്റ് സംസാരിച്ചിട്ട് ഇനി ചേച്ചി 2 മണിക്കൂറാട് പറഞ്ഞാലും ഒരു പ്രതിഷേധം ഓൽക്കുണ്ടാവൂല. ഇത് പെരുമാറ്റ ശാസ്ത്രമാണ്. ഇങ്ങനെ ആർക്കും വേദനയില്ലാത്ത രീതിയിൽ പെരുമാറണം കുടുംബത്തിൽ. എന്നാൽ കുടുംബം സന്തോഷമാണ്. ഞാൻ നിർത്തുകയാണ്. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, നമ്മളെ കുടുംബം അവിടെ സംഘർഷങ്ങളില്ലാതെ സംഘട്ടനങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് വലിയ പ്രതിഫലാർഹമായ ഒരു ഇബാദത്താണ്. നമ്മളെ എല്ലാ ജീവിത വിജയത്തിനും അത് നിദാനമാണ്. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നർ റഹിമ മുഅല്ലഖത്തും ബിൽ അർശ്. കുടുംബബന്ധം എന്ന സംവിധാനത്തെ അർശിൽ അല്ലാഹു ബന്ധിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. വഹിയ തഖൂൽ, കുടുംബബന്ധം എന്നും അല്ലാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, മൻ വസലനി വസലഹുല്ലാഹ്, കുടുംബമാകുന്ന എന്നെ ആര് വിളക്കി ചേർക്കുന്നുവോ അവന്റെ എല്ലാ കാര്യങ്ങളെയും അല്ലാഹ് ചേർത്ത് കൊടുക്കട്ടെ. വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്, കുടുംബമാകുന്ന എന്നെ ആര് തകർത്ത് കളയുന്നുവോ അവന്റെ മുഴുവൻ കാര്യങ്ങളെയും അല്ലാഹു തകർത്തു കളയട്ടെ. കുടുംബങ്ങളോട് തെറ്റിയിട്ട് ബിസിനസ് നടത്താൻ പോയവരെ ചിന്തിക്കുക, അതൊരിക്കലും പേർച്ച വെക്കുകയില്ല, തകർന്നടിഞ്ഞു പോകും, ആ കച്ചവടം വിജയിക്കൂല. ഉമ്മയുമായി തെറ്റി ഭാര്യയുമായി പിണങ്ങി ഗൾഫിലേക്ക് യാത്ര പോയവരുണ്ടോ? അത് വിജയത്തിൽ കലാശിക്കുകയില്ല. കുടുംബവുമായി പിണങ്ങി പഠിക്കാൻ പോയവന് പൂർത്തിയാകാൻ കഴിയില്ല. പാതി വഴിയിൽ ഇതൊക്കെ തകർന്നു പോകും. എല്ലാ പുരോഗതിയുടെയും നിദാനം കുടുംബത്തെ കൂടെ നിർത്തുന്നതിലാണ്. അതുകൊണ്ട് തന്നെ ആരുടെയെങ്കിലും കുടുംബബന്ധത്തിൽ ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള ബന്ധവിച്ഛേദനങ്ങൾ നടന്നുപോയിട്ടുണ്ടെങ്കിൽ ഈ സദസ്സിന്റെ ഒരു സന്ദേശം എന്ന നിലക്ക് പരിശുദ്ധ റമളാൻ വരുന്നതിന്റെ മുന്നോടിയായുള്ള ഒരു മുന്നൊരുക്കം എന്ന നിലക്കും ഞാൻ ഉണർത്തട്ടെ. ഓർത്തു നോക്കൂ, ഏതെങ്കിലും കുടുംബാംഗങ്ങളുമായി ആരെങ്കിലും പിണങ്ങിക്കഴിയുന്നുണ്ടെങ്കിൽ ഒരാളെയും നിങ്ങൾ കാത്തു നിൽക്കണ്ട, മൂപ്പളമയെ സംബന്ധിച്ച് ആലോചിക്കണ്ട. സ്വയം വിനയാന്വിതനായി ഏത് ചെറിയ ആളോടാണെങ്കിലും അങ്ങോട്ട് ചെന്ന് മുൻകൈയെടുത്ത് നന്നാവുക. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, മൻ അഹബ്ബ അൻ യുബ്സത ലഹു റിസ്ഖുഹു അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസ ലഹു ഫീ അസരി. ആർക്കെങ്കിലും സാമ്പത്തിക അഭിവൃദ്ധി വേണമെന്ന താല്പര്യമുണ്ടോ? അതെ, ആയുസ് നീണ്ടു കിട്ടണമെന്ന പൂതിയുണ്ടോ? ഫല്യസിൽ റഹ്മഹു, അവന്റെ കുടുംബബന്ധം പുലർത്തട്ടെ. സാമ്പത്തിക പുരോഗതി നിങ്ങളെ കൂടെ വരും, ദീർഘായുസ് നിങ്ങൾക്ക് ലഭിക്കും. തെറ്റി നിൽക്കുന്നവരുമായി ഇണങ്ങുക. അങ്ങനെ ഇണങ്ങിയാലുള്ള ഖൈറ് ആലോചിച്ച് ഇതിന്റെ ഒക്കെ പുറമെ സ്വർഗത്തിൽ പ്രവേശം കിട്ടണമെങ്കിലും വല്ലദീന യസിലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസല, വിളക്കി ചേർക്കാൻ കൽപ്പിക്കപ്പെട്ട എല്ലാ ബന്ധങ്ങളെയും ചേർത്തു പിടിക്കുന്നവർക്കേ സ്വർഗമുള്ളൂ എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിൽ അമ്മായിമ്മനോട് പിണങ്ങിയവർ, ഭാര്യയുമായി ബന്ധം പുലർത്താത്തവർ,
ജ്യേഷ്ഠാഞ്ജന്മാരോട് തെറ്റിക്കഴിയുന്നവർ, ബന്ധുക്കളോട് മറ്റുള്ളവരോട് പിണങ്ങിയവരൊക്കെ അത് നിർത്തി നല്ല മാസത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ച് നമ്മൾ ഒന്നിക്കുക. അർഹമുറാഹിമീനായ റബ്ബ് ശാന്തിയും സമാധാനവുമുള്ള കുടുംബജീവിതം നമുക്കെല്ലാവർക്കും അവന്റെ ഔദാര്യം കൊണ്ട് നൽകുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മളെ മജ്ലിസ് പ്രാർത്ഥനക്ക് ഇജാബത്തുള്ള സദസ്സായി കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി നമ്മൾ ദ്വാരക്കുക. നേരത്തെ ബക്കറ്റിയിലെ പോയില്ലാന്ന് തോന്നുന്നുണ്ട് അല്ലേ? അപ്പൊ കൈ കൊണ്ടു തരുന്ന പറയണ അതിന്റെ സൂചന. അതുകൊണ്ട് സ്വലാത്തിലും എല്ലാവരും ആ സംഖ്യ അവിടെ ഏൽപ്പിക്കുക. മൈക്കൊണ്ടാ തിരിച്ചു. എല്ലാവരും ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അൻത തത്ലു ബൈനനാ في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشافع الأبطحي والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشافع الأبطحي والحبيب العربي الذي نور അള്ളാഹു നമ്മൾ ചൊല്ലിയ സ്വലാത്ത് ഹബീബിന്റെ സവിധത്തിൽ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആർക്കാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹു اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين يا الملك الجبار يا الله സാധുക്കളായ ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇവിടെ ഞങ്ങൾ പറഞ്ഞ ഇൽമുകളെ ജീവിതത്തിലേക്ക് പകർത്താനുള്ള നാഫിയായ ഇൽമാക്കി തരണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കി തരണേ റഹ്മാനെ. എല്ലാ ദുശ്ചിന്തകളും നീക്കി ഒരാളോടും വിദ്വേഷമില്ലാത്ത, പോരില്ലാത്ത, അസൂയയില്ലാത്ത വിശാലമായ ഹൃദയം നൽകണേ അല്ലാഹ്. പുണ്യകർമ്മങ്ങളോട് താല്പര്യമുള്ള, കുറ്റകൃത്യങ്ങളോട് വെറുപ്പ് തോന്നുന്ന, ഈമാൻ കൊണ്ട് പ്രകാശിപ്പിക്കുന്ന കൽബ് നൽകണേ അല്ലാഹ്. റബ്ബേ, ജീവിതത്തിലുടനീളം സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ റഹ്മാനെ. അർഹമുർറാഹിമീനായ റബ്ബേ, ഈ മജ്ലിസിൽ ഒരുമിച്ചൂടിയ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ജനങ്ങൾ എല്ലാവരുടെയും സദുദ്ദേശങ്ങളെ നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. ശാരീരികവും മാനസികവും പൈശാചികവുമായ സർവ്വരോഗങ്ങളും നീ ശിഫയാക്കണേ റഹ്മാനെ. കുടുംബത്തിൽ പരസ്പര ഐക്യവും യോജിപ്പും നിലനിർത്തി തരണേ അല്ലാഹ്. ഭിന്നിച്ചു നിൽക്കുന്നവരെ ഒന്നിപ്പിക്കണേ അല്ലാഹ്. സ്വഭാവദൂഷ്യമുള്ളവരെ നന്നാക്കി തരണേ റഹ്മാനെ. അർഹമുർറാഹിമീനായ റബ്ബേ, കുട്ടികളിലൂടെ ഇരു ലോകത്തും കൺകുളിർക്ക സന്തോഷം നൽകണേ അല്ലാഹ്. പരീക്ഷ എഴുതിയ മക്കൾക്ക് നല്ല വിജയം നൽകണേ റഹ്മാനെ.
റബ്ബേ ഉപരിപഠനത്തിന് ഖൈറായ മാർഗം നീ തുറന്നു തരണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ പല ആളുകളുടെയും പ്രായം കഴിഞ്ഞിട്ടും വിവാഹത്തിന് അവസരം വരാത്തവർ കാത്തു നിൽക്കുന്നവരുണ്ട്. യോജിച്ച ഇണകളെ നീ അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. അവരെ രക്ഷിതാക്കൾ കണ്ണീരിൽ കഴിയുകയാണ്, നീ അതിനവസാനം കൊടുക്കണേ അല്ലാഹ്. ഖൈറായ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും നൽകണേ റഹ്മാനെ.